ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീ കിരാതാഷ്ടകത്തെക്കുറിച്ചാണ്. കിരാത ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ഒരു കഥയാണ്, മഹാഭാരതത്തിലുള്ള കഥ. അതായത് അർജുനൻ പാശുപതാസ്ത്രം സമ്പാദിക്കാനായിട്ട് വനത്തിൽ ചെന്ന് തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് അവനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ മഹാദേവനും ഭഗവതി പാർവതിയും കിരാതനും ത്വരിതയുമായിട്ട് ആ കാട്ടിലേക്ക് വന്നുവെന്നും, അതായത് ഭഗവാന്റെ കിരാതഭാവവും ഭഗവതിയുടെ പേര് ത്വരിത എന്നുമായിരുന്നുവെന്നാണ് പറയുന്നത്. ആ ഭാവത്തിൽ കാട്ടിലേക്ക് വന്ന് അർജുനന്റെ മുമ്പിലേക്ക് വന്ന ഒരു അസുരനെ, പന്നി രൂപത്തിൽ വന്ന അസുരനെ വധിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടാക്കി അർജുനനോട് യുദ്ധം ചെയ്ത് ഒടുവിൽ അവനെ അനുഗ്രഹിച്ചുകൊണ്ട് അവന് പാശുപതാസ്ത്രം നൽകുന്നതാണ് കഥ. അപ്പോൾ ഇവിടെ കിരാതാഷ്ടകം എന്ന് കേൾക്കുമ്പോൾ ഈ കിരാതമൂർത്തിയുടെ അഷ്ടകമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇവിടെ സ്തുതിക്കുന്നത് ആ കിരാതമൂർത്തിയെ അല്ല, പകരം അദ്ദേഹത്തിൻ്റെ മകനെയാണ്. കേരളത്തിൻ്റെ സ്വന്തം ദേവനായ വേട്ടയ്ക്കൊരു മകൻ അഥവാ വേട്ടയ്ക്കരുമകൻ, കിരാതസൂനു എന്നും കിരാതപുത്രൻ എന്നുമൊക്കെ സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ സ്വന്തം ദേവനായിട്ടുള്ള വേട്ടയ്ക്കൊരു മകൻ്റെ സ്തുതിയാണ് ഈ കിരാതാഷ്ടകം. ഈ അഷ്ടകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജന്മകഥ ചെറുതായിട്ടൊന്ന് നമുക്ക് ധ്യാനിക്കാം. അർജുനനെ അനുഗ്രഹിച്ചതിന് ശേഷം കിരാതഭാവത്തിലുള്ള ശിവനും കിരാത സ്ത്രീയായ ത്വരിതാഭാവത്തിലുള്ള പാർവതിയും കുറച്ചധികം കാലം ആ കാട്ടിൽ തന്നെ വസിച്ചു. അതേ ഭാവത്തിൽ അവർക്ക് ആ വനത്തിലുള്ള ചര്യയൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഭാവത്തിൽ അവരവിടെ കുറേ കാലം രമിച്ചു നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് അവർക്കൊരു മകൻ ജനിച്ചു. ആ മകനാണ് വേട്ടയ്ക്കൊരു മകൻ. ആ കുട്ടി അത്യാവശ്യം അമ്പും വില്ലുമൊക്കെ ധരിക്കാനുള്ള പ്രായമായപ്പോൾ ഭഗവാൻ പരമശിവൻ അവന് അമ്പും വില്ലും സമ്മാനമായി നൽകി. കാരണം വളരെയധികം സാമർഥ്യമുള്ളവനാണ് ആ കുട്ടി. അവർ കാട്ടാളഭാവത്തിൽ ഇരുന്ന സമയത്ത് ജനിച്ച കുട്ടിയായതുകൊണ്ട് കാട്ടാളഭാവത്തിലാണ്. നല്ല കറുത്ത ദേഹമാണ്, നല്ല കരുത്തുണ്ട് അദ്ദേഹത്തിന്, അതിയായ സാമർഥ്യമുണ്ട്, വേട്ടയിലും യുദ്ധത്തിലുമൊക്കെയാണ് താല്പര്യം. ഇതെല്ലാം ഭഗവാൻ പരമശിവൻ മനസ്സിലാക്കി. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കർമ്മമാണ് അവൻ ചെയ്യേണ്ടത് എന്ന തത്വം അറിയാവുന്ന മഹാദേവൻ അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ അവന് കൊടുത്തു. അമ്പും വില്ലുമാണ് കൊടുത്തത്. കുട്ടി അതീവ സമർത്ഥനായിരുന്നു. വ്യക്തമായി ഏത് ലക്ഷ്യത്തിലേക്കാണോ അമ്പ് അയക്കേണ്ടത് അവിടെ ചെന്ന് തന്നെ അത് തറയ്ക്കും. അങ്ങനെ ഈ കുട്ടി കാട്ടിൽ വിഹരിക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കാട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയം തോന്നാൻ തുടങ്ങി. മുനിമാരും താപസന്മാരും അതുപോലെ വനദേവതകളും എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങി. കാരണം സമർത്ഥനാണ്, വ്യക്തമായ ലക്ഷ്യത്തിലേക്കാണ് അമ്പെയ്യുന്നത്. മുനികളോടോ ദേവതമാരോടോ ഒന്നും ശത്രുതയില്ല, അവരുടെ നേർക്കൊന്നും ചെയ്യില്ല. പക്ഷെ കുട്ടിയാണ്, കുട്ടിത്വമുണ്ട്. എങ്ങാനും അബദ്ധത്തിൽ ആ അമ്പ് തെറ്റായ ദിശയിലേക്ക് ചെന്ന് അവർക്കെങ്ങാനും തറയ്ക്കുമോ എന്ന ഭയത്താൽ. കാരണം ഈ അമ്പിന്റെ ശബ്ദം അത്രയും വേഗത്തിലായതുകൊണ്ട് ആ കാട്ടിൽ മുഴുവൻ ഇങ്ങനെ പടരും. അപ്പൊ ധ്യാനിക്കാനൊന്നും മുനികൾക്ക് പറ്റാതെയായി, വനദേവതകൾക്കൊക്കെ ഭയമായി. അങ്ങനെ എല്ലാവരും ഭയന്നിരിക്കുന്നത് കൊണ്ട് മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല. എപ്പോഴും ഈ ശബ്ദം എപ്പോഴാണ് വരിക എന്ന് ഓർത്തിരിക്കുകയാണ്. അമ്പടുത്തുകൂടെ പോയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഒരു ഭാവത്തിലായതുകൊണ്ട് അവർക്ക് അവരുടെ സാധനയിൽ ഏർപ്പെടാൻ പറ്റാതെയായി. അങ്ങനെ ദുഃഖിതരായ അവരെല്ലാം മഹാദേവനെ ചെന്ന് കണ്ടു. എന്നിട്ട് അഭ്യർത്ഥിച്ചു, ആ കുട്ടിയെ ഒന്ന് പറഞ്ഞ് നന്നാക്കൂ. അവൻ അമ്പും വില്ലും എടുത്ത് കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയമാണ്. അപ്പൊ മഹാദേവൻ പറഞ്ഞു, അതെങ്ങനെയാണ് ഞാൻ പറയുക? അവൻ അവന്റെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നു. അവൻ വേട്ടയാടുന്നവനാണ്, യോദ്ധാവാണ്, കിരാതനാണ്. അവൻ ആ ഭാവത്തെ പ്രകടമാക്കുന്നു. നല്ല മാതാപിതാക്കളുടെ ലക്ഷണമാണ് ഇവിടെ മഹാദേവൻ നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം ഓരോ മക്കൾക്കും തനതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അതിനനുസരിച്ചുള്ള ജീവിതം അവർക്ക് അനുവദിച്ചു കൊടുക്കണം. ഇത് പല മാതാപിതാക്കൾക്കും ഇന്നറിയില്ല. അവർ പറയുന്ന പോലെ മക്കൾ വളരണമെന്ന് വാശി പിടിക്കുന്നത് അതുകൊണ്ടാണ്. പലപ്പോഴും കലഹത്തിലും ദുഃഖത്തിലുമാണ് അത് തീരുന്നത്. എന്നാൽ ഇവിടെ മഹാദേവൻ സർവസമർത്ഥനും ഏറ്റവും ശ്രേഷ്ഠനായവനും ലോകത്തിന് മുഴുവൻ മാതൃകയായവനുമായതുകൊണ്ട് മകന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ അവന്റെ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഋഷികൾക്കൊക്കെ വല്ലാത്ത വിഷമമായി. അവരങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സലിഞ്ഞു. പാർവതി ദേവിക്ക്, ത്വരിതാഭാവത്തിലിരിക്കുന്ന അമ്മയ്ക്ക് മനസ്സലിഞ്ഞു. അപ്പൊ അമ്മ മഹാദേവന്റെ തോളിൽ പതുക്കെ ഒന്ന് തട്ടി, എന്നിട്ട് കണ്ണുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ മഹാദേവൻ കുറച്ചു നേരം ധ്യാനിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാരായണനെ സമീപിക്കും, അദ്ദേഹം ഒരു പരിഹാരം കണ്ടുതരും.
ശരി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് മുനിമാരെല്ലാം നാരായണന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ നാരായണന്റെ അടുത്ത് കാര്യം പറഞ്ഞു. നാരായണൻ അതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം വനത്തിലേക്ക് വന്നു. അപ്പോൾ പരമശിവനെയും അദ്ദേഹത്തിൻ്റെ പുതിയ മകനെയും കാണാൻ വേണ്ടിയാണെന്നുള്ള ഭാവത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കയ്യിൽ ഒരു ചുരികയും പിടിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ നല്ല മൂർച്ചയുള്ള നല്ല വെട്ടിത്തിളങ്ങുന്ന ആയുധമായതുകൊണ്ട് ആ ചുരിക ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി വരുന്ന സമയത്ത് അതിൻ്റെ തിളക്കം കണ്ട ആ കുട്ടി ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ 4 കൈകളോട് കൂടിയിട്ടുള്ള ഒരു ദിവ്യപുരുഷനാണ്. ആദ്യമായിട്ടാണ് നാരായണനെ കാണുന്നത്. അപ്പോൾ ഒന്ന് നമസ്കരിച്ചു. പക്ഷെ നമസ്കരിക്കുമ്പോഴും ശ്രദ്ധ മുഴുവൻ ആ ചുരികയിലാണ്. എന്നിട്ട് ചോദിച്ചു, ഇത് എന്ത് ആയുധമാണ്? ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധമാണ്, ഞാനിതൊന്ന് തൊട്ട് നോക്കട്ടെ, ഞാനിതൊന്ന് പ്രയോഗിച്ച് നോക്കട്ടെ എന്നൊക്കെ അദ്ദേഹത്തോട് വളരെ ആകാംക്ഷയോടുകൂടി ആ കുട്ടിത്വം നിറഞ്ഞ ഭാഷയിൽ ചോദിച്ചു. നാരായണന് സന്തോഷമായി. ആ കുട്ടിയുടെ കവളൊക്കെ ഒന്ന് തലോടി കൊടുത്ത് പറഞ്ഞു, മോനെ, ഇത് നിനക്കായിട്ട് കൊണ്ടുവന്നതാണ്, ഇത് നിനക്കുള്ള ഉപഹാരമാണ്, ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി വേഗം കൈ നീട്ടി അത് വാങ്ങാൻ പോയപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ തപസ്സിൽ മുഴുകണം. തപസ് അനുഷ്ഠിച്ചുകൊണ്ട് നിന്റെ ഉള്ളിലുള്ള ബലത്തിൻ്റെ പൂർണ്ണതയെ നീ ആർജിക്കണം. അതായത് നല്ല ചിട്ടയോടുകൂടിയുള്ള ജീവിതം ഉണ്ടായാലേ നിനക്ക് തപസ് നന്നായി ചെയ്യാൻ പറ്റൂ. അപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്റെ കഴിവിൻ്റെ പൂർണ്ണത നീ നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നിനക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് നീ സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ചിട്ടയോടുകൂടിയുള്ള ജീവിതക്രമം, ശാന്തമായ ഒരു തപോ അന്തരീക്ഷം നീ സ്വീകരിക്കേണ്ടി വരും. കുട്ടിക്ക് ആ ആയുധത്തിൽ അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ട് കുട്ടി പറഞ്ഞു, തീർച്ചയായും ഞാൻ അങ്ങ് പറയുന്നത് പോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ആ ആയുധം സ്വീകരിച്ച് അദ്ദേഹം തപസ്സിൽ മുഴുകിക്കൊണ്ട് ജീവിച്ചു. അതോടുകൂടി അദ്ദേഹം വനത്തിൽ ഇങ്ങനെ കളിച്ച് നടന്നതൊക്കെ അടങ്ങി. ആ വനത്തിലുള്ളവർക്കൊക്കെ സമാധാനമായി. ആ കുട്ടി തപസ് അനുഷ്ഠിച്ച് തൻ്റെ കഴിവിൻ്റെ പൂർണ്ണതയെ നേടി. അങ്ങനെ പൂർണ്ണതയെ നേടിക്കഴിഞ്ഞപ്പോൾ നല്ല യുവത്വം വന്നു അദ്ദേഹത്തിന്, നല്ല പൗരുഷം വന്നു അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം ഈ ആയുധങ്ങളും ധരിച്ച്, അതായത് അച്ഛൻ കൊടുത്തിട്ടുള്ള വില്ലും മഹാദേവൻ കൊടുത്തിട്ടുള്ള മഹാവിഷ്ണു കൊടുത്തിട്ടുള്ള ചുരികയും പിടിച്ചുകൊണ്ട് ആ കുട്ടി തെക്കോട്ട് സഞ്ചരിച്ചു. അങ്ങനെ തെക്കോട്ട് സഞ്ചരിച്ച് നമ്മുടെ കേരള ഭൂമിയിൽ എത്തിയപ്പോൾ അവിടെ സ്ഥിരമായി വസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഭാവത്തിലാണ് കേരളത്തിലുള്ളവരെല്ലാം അദ്ദേഹത്തെ വേട്ടയ്ക്കൊരു മകനായിട്ട് ആരാധിക്കുന്നത്. വേട്ടയ്ക്കൊരു മകൻ്റെ പ്രതിമ കണ്ടാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മൂർത്തി കണ്ടാൽ മനസ്സിലാവും. ഒരു കയ്യിൽ വില്ലുണ്ടാവും, നല്ല നീളനുള്ള വില്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആകാരത്തിന് അത്ര തന്നെ വലിപ്പം ആ വില്ലിനുണ്ടാവും. കാരണം മഹാദേവൻ കൊടുത്ത വില്ല. കയ്യിൽ ചുരികയുണ്ടാവും, അത് മഹാവിഷ്ണു കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ നമുക്ക് എപ്പോഴും മയിൽപീലി കാണാം. ഈ മയിൽപീലി കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഒരു പക്ഷേ മഹാവിഷ്ണുവിന് പകരം അവിടെ ചെന്നത് വിഷ്ണു തന്നെയായിരിക്കുന്ന ശ്രീകൃഷ്ണനായിരിക്കും. ഈ ചുരിക കൊടുത്തത് ഒരു പക്ഷേ ശ്രീകൃഷ്ണനായിരിക്കും. അപ്പോൾ ഗുരുവിൻ്റെ ഭാവമാണ് അവിടെ ഭഗവാൻ ഉണ്ടായിരുന്നത്. കാരണം അർജുനൻ ഉള്ള കാലത്താണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ അവിടെ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനുണ്ട്. അപ്പോൾ വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നതിനേക്കാൾ എളുപ്പം കൃഷ്ണനെ സമീപിക്കുന്നതായതുകൊണ്ട് ഒരു പക്ഷേ കൃഷ്ണനായിരിക്കാം അദ്ദേഹത്തിന് വന്ന് ഈ ചുരിക കൊടുത്തത്. അപ്പോൾ തനിക്കൊരു ഗുരുനാഥനായി വന്ന ആ കൃഷ്ണനോടുള്ള കൃതജ്ഞത കൊണ്ടാവാം അദ്ദേഹം ഒരു പക്ഷേ മയിൽപീലി ധരിക്കുന്നത്. ഐതിഹ്യങ്ങളിൽ ഇത് കാണുന്നില്ല, നാരായണനെ സമീപിച്ചു എന്നാണ് പറയുന്നത്. എന്നാലും ആ മയിൽപീലിയുടെ ഭാവം കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിൽ തോന്നാറുണ്ട്, ഒരു പക്ഷേ കൃഷ്ണനെ ആയിരിക്കാം സമീപിച്ചത്. എന്താണെങ്കിലും ശിവനും വിഷ്ണുവും രണ്ടുപേരുടെയും അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ ശക്തിയെ ആർജിച്ചിട്ടുള്ള ആ കുട്ടി, ആ വേട്ടയ്ക്കൊരു മകൻ, കേരളത്തിൻ്റെ ദേവതയായിട്ട് വസിക്കുന്നു. കേരളത്തിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധനയുള്ളത്. വേട്ടയാടാൻ പോകുന്നവൻ ആരാധിച്ചത് കൊണ്ടും വേട്ടയ്ക്കൊരു മകൻ എന്ന പേര് വന്നു എന്ന് പറയാറുണ്ട്. മാത്രവുമല്ല, യുദ്ധത്തിനൊക്കെ പോകുന്നവർ യുദ്ധത്തിൽ ജയം കിട്ടാൻ, അതിനു വേണ്ടുന്ന വീര്യം കിട്ടാൻ, ശൗര്യം കിട്ടാൻ ഒക്കെ ഉപാസിച്ചിരുന്നത് ഇദ്ദേഹത്തെയാണ്. വടക്ക് കേരളത്തിൽ ഒരുപാട് പേരുടെ കുലദേവത തന്നെ ഈ വേട്ടയ്ക്കൊരു മകനാണ്. വടക്കാണ് അധികവും ഉപാസന കാണുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിലുമുണ്ട്. കിരാതസൂനുവായ, കിരാതപുത്രനായ വേട്ടയ്ക്കൊരു മകനും വേട്ടയ്ക്കരുമകനും എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ദേവതയെയാണ് നമ്മൾ ഇവിടെ സ്തുതിക്കാൻ പോകുന്നത്. കിരാതാഷ്ടകം എന്ന പേരിലാണ് ഇത് പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പം നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി ഭഗവാന്റെ ഈ ഭാവത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥത്തെ ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ കിരാതാഷ്ടകം. പ്രത്യർത്ഥി വ്രാതവക്ഷസ്ഥലരുതിരസുരാപാനമത്താപൃഷത്കം
चापे सन्धाय तिष्ठन् हृदयसरसिजे मामके तापहं तं पिञ्चोत्तंस शरण्यः पशुपतितनयो नीरदाभप्रसन्नो देवः पायादपायाच्छबरवपुरसौ सावधानः सदानः प्रत्यर्थी व्रात. പ്രത്യർത്ഥി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ. വ്രാത ശബ്ദത്തിന് കൂട്ടം, സമൂഹം എന്നർത്ഥം. അപ്പോൾ ശത്രുകൂട്ടങ്ങളുടെ, ശത്രു സമൂഹത്തിൻ്റെ വക്ഷസ്ഥലം, വക്ഷസ്ഥലം എന്നാൽ മാറ്, നെഞ്ച്, വക്ഷസ്ഥലത്തിലുള്ള രുധിരസുരാപാനമത്ത, രുധിരം എന്നാൽ രക്തം. അപ്പോൾ ശത്രുക്കളുടെ വക്ഷസ്ഥലത്തിൽ നിന്നും വമിക്കുന്ന രക്തമാകുന്ന സുരയെ പാനം ചെയ്ത് മത്തനായിരിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ ആ ഭാവം, ആ രൗദ്രത തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ. ഈ സ്തോത്രത്തിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്ന പ്രധാന ഫലവും ശത്രുനാശമാണ്, ശത്രുക്കളിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. പ്രധാനമായും അതിനുവേണ്ടിയാണ് കിരാതമൂർത്തിയെ ഇവിടെ ഉപാസിക്കുന്നത്. കാരണം കിരാതമൂർത്തി എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ സംരക്ഷിക്കുന്നവനാണ്. ധർമ്മത്തോടുകൂടി ഒരുവൻ അദ്ദേഹത്തെ സമീപിച്ചാൽ, അദ്ദേഹത്തെ ഉപാസിച്ചാൽ അദ്ദേഹം സംരക്ഷണം നൽകും. പിന്നെ അവന് നേരെ തിരിയുന്ന എല്ലാവരും ആ ഭഗവാന്റെ തന്നെ ശത്രുക്കളായി ഭവിക്കും. അതുകൊണ്ട് കിരാതഭാവത്തിലുള്ള ഈ വേട്ടയ്ക്കൊരു മകന്റെ സ്തുതിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പൂർണമായ സംരക്ഷണമാണ്. ഇതിലും വലിയൊരു സംരക്ഷണം മറ്റെന്താണുള്ളത്? അപ്പം അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ രൗദ്രഭാവം, കാരണം ശത്രുക്കളുടെ മാറു പിളർന്നുകൊണ്ട് അതിൽ നിന്നും വമിക്കുന്ന രക്തത്തെ സുര പോലെ പാനം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അതിലിങ്ങനെ മത്തനായിരിക്കുന്ന, ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അപ്പൊ ശത്രുക്കളെ വധിക്കുന്നതിലാണ് ഭഗവാന് ഇഷ്ടം എന്നർത്ഥം വന്നു. ഇനി അത് തന്നെ ശത്രുക്കളുടെ വക്ഷസ്ഥലത്ത് നിന്നും വമിക്കുന്ന രക്തത്തിന് സമാനമായിട്ടുള്ള സുരയെ പാനം ചെയ്യുന്നവനാണ് എന്നും വ്യാഖ്യാനിക്കാം. അപ്പൊ ആ ചുവന്ന നിറത്തിലുള്ള സുരയെ പാനം ചെയ്യുകയാണ് എന്നും വ്യാഖ്യാനിക്കാം. എന്നാൽ ശത്രുക്കളെ വധിച്ചുകൊണ്ട് ആ രക്തം പാനം ചെയ്യുന്നതിലൂടെ മത്തനായിരിക്കുന്നവനാണ്. അപ്പൊ അവരുടെ ആ രക്തം ഇങ്ങനെ പ്രവഹിക്കുന്നതിൽ തന്നെയാണ് അദ്ദേഹത്തിന് താല്പര്യം. ശത്രുവധത്തിലാണ് അദ്ദേഹത്തിന് താല്പര്യം എന്നർത്ഥം. ശത്രു ശബ്ദം കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ മാത്രമല്ല, അകത്തുള്ള ശത്രുക്കളെ കൂടി സങ്കല്പിക്കണം. നമ്മുടെ അകത്തും ഒരുപാട് ദോഷങ്ങളുണ്ട് ശത്രുക്കളായിട്ട്. അതിനെയും വധിച്ചുകൊണ്ട് ആ വധത്തിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് ഭഗവാൻ. കിരാതമൂർത്തിയായിട്ടുള്ള വേട്ടയ്ക്കൊരു മകൻ. പൃഷത്കം ചാപേ സന്ധായ. പൃഷത്കം എന്നാൽ ബാണം, അമ്പ്. ചാപം എന്നാൽ വില്ല്. അപ്പോൾ വില്ലിൽ അമ്പിനെ സന്ധായ, പിടിച്ചുകൊണ്ട് അതിനെ ധരിച്ചു വച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പ്രഹരിക്കാമെന്ന രീതിയിൽ വളരെ തയ്യാറായി നിന്നിരിക്കുന്ന ഭാവമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് പൃഷത്കം ചാപേ സന്ധായ തിഷ്ഠൻ, അങ്ങനെ നിൽക്കുന്നു. അദ്ദേഹം എപ്പോഴും നേരെ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന ഭാവത്തിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വളരെ സന്നദ്ധൻ. കാരണം യോദ്ധാവാണ്. അപ്പൊ ആ നിൽപ്പിൽ പോലും ലാഘവമില്ല, നല്ല ജാഗരൂകമായ ശ്രദ്ധയോടുകൂടിയുള്ള നിൽപ്പാണ്. അപ്പോൾ ചാപേ സന്ധായ തിഷ്ഠൻ ഹൃദയ സരസിജേ മാമകേ താപഹം തം. അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയമാകുന്ന സരസിലാണ് അദ്ദേഹം നിൽക്കുന്നത്. സരസിജത്തിലാണ്. സരസിജം എന്ന് പറഞ്ഞാൽ താമര. സരസിൽ നിന്ന് ജനിക്കുന്നതാണ് താമര. അപ്പൊ ഹൃദയമാകുന്ന താമരയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം വസിക്കേണ്ടത് അവിടെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭക്തനാണ്, ദാസനാണ് ഞാൻ. അപ്പൊ എൻ്റെ ഹൃദയം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാസസ്ഥലം. അവിടെ അദ്ദേഹത്തെ ഞാൻ നിർത്തിയിരിക്കുന്നു. എങ്ങനെയുള്ള അദ്ദേഹമാണ്? അമ്പ് വില്ലിൽ ധരിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി നിൽക്കുകയാണ്, നിവർന്ന് നിൽക്കുകയാണ് ശത്രുക്കളെ വധിക്കാൻ വേണ്ടി. ശത്രുക്കളുടെ രക്തം പാനം ചെയ്ത് മത്തനായ ഭാവത്തിലാണ്. ഉള്ള ശത്രുക്കളെ മുഴുവൻ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ഭാവവുമുണ്ട്. ഇനി വരാൻ പോകുന്ന ശത്രുക്കളെയും വധിക്കണമെന്ന ദൃഢതയോടുകൂടി നിൽക്കുകയാണ്. താപഹം തം, താപത്തെ ഹരിക്കുന്നവനായ അവനെ ഞാൻ വന്ദിക്കുന്നു എന്നിവിടെ ചേർത്ത് വായിക്കണം. ഇവിടെ വന്ദന ശബ്ദമില്ല, പക്ഷെ നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ട് നമ്മുടെ താപത്തെ, ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവനാണ് അദ്ദേഹം. ആ അദ്ദേഹത്തിനെ ഞാൻ നമിക്കുന്നു, വന്ദിക്കുന്നു. പിഞ്ചോ തംസ. ഇനി അദ്ദേഹത്തിന് കുറച്ച് പേരുകൾ കൊടുക്കുകയാണ്. പിഞ്ചം എന്നാൽ മയിൽപീലി, ഉത്തംസം എന്നാൽ കിരീടം. അപ്പൊ മയിൽപീലിയുടെ കിരീടം ധരിച്ചവനാണ്, അഥവാ കിരീടത്തിൽ മയിൽപീലി ധരിച്ചവനാണ്. അദ്ദേഹത്തിന്റെ ധ്യാനങ്ങളിലൊക്കെ ഇത് കാണാം. അദ്ദേഹത്തിന്റെ വിഗ്രഹങ്ങളിലും അതുപോലെ ചുമർ ചിത്രങ്ങളിലും ഒക്കെ ഇത് കാണാം. മയിൽപീലിയാണ് കിരീടത്തിൽ.
ആ മയിൽപീലി കാണുമ്പോഴാണ് കൃഷ്ണനോടുള്ള ബന്ധം പലപ്പോഴും തോന്നാറുള്ളത്. പക്ഷേ പ്രാമാണികമായി എവിടെയും കണ്ടിട്ടില്ല. നാരായണൻ കൊടുത്ത ചുരികയാണെന്നാണ് പറയുന്നത്. പക്ഷെ കൃഷ്ണൻ നാരായണൻ തന്നെ ആയതുകൊണ്ട് ഒരു പക്ഷെ കൃഷ്ണഭാവത്തിൽ കൊടുത്തതായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. പിഞ്ചോതംസ ശരണ്യ, ശരണം ഗ്രഹിക്കാൻ യോഗ്യനായിട്ടുള്ളവനാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. വേറെ എവിടെയും നമുക്ക് അതുപോലത്തെ ശരണം കിട്ടില്ല. അതുകൊണ്ട് ശരണ്യ. പശുപതി തനയ, പശുപതിയുടെ മകനാണ്. പശുപതി പരമശിവൻ. പശു ശബ്ദം കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും സൂചിപ്പിച്ചിരിക്കുന്നു. പശുത്വമുള്ളവരാണ് നമ്മൾ എല്ലാവരും. നമ്മുടെ ഉള്ളിലെല്ലാം പശുത്വമുണ്ട്. അതുകൊണ്ട് സമസ്ത ജീവജാലങ്ങളെയും പശു ശബ്ദത്തിൽ സൂചിപ്പിച്ച് ആ പശുക്കളുടെ പതിയായിരിക്കുന്നവനാണ് പരമശിവൻ. ആ പശുപതിയുടെ മകനാണ് പശുപതി തനയനായിട്ടിരിക്കുന്ന വേട്ടയ്ക്കൊരു മകൻ. ത്രിപുരദഹന കഥ കേട്ട സമയത്ത് ദേവന്മാർ അദ്ദേഹത്തിന് ഈ പശുപതി സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്ന ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പശുപതി തനയ നീരദാഭ. നീരദം എന്നാൽ മേഘം. മേഘത്തിന്റെ നിറമാണ്, നല്ല കറുത്ത നിറമാണ്. അതായത് കൃഷ്ണന്റെ നിറം തന്നെയാണ്. കറുത്തിരിക്കുന്ന പഴുത്ത മേഘത്തിന്റെ നിറത്തോടൊത്തവനാണ് അദ്ദേഹം. പ്രസന്നനാണ്. എപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തിൽ ആ പ്രസന്നത നമുക്ക് കാണാൻ പറ്റും. രൗദ്രഭാവമാണ്, ശത്രുക്കളെ വധിക്കുന്നവനാണ് എന്നൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ആ പ്രസാദമുണ്ട്. സദാ പ്രസന്നനാണ്. കാരണം ആനന്ദ സ്വരൂപൻ തന്നെയാണ്. ധർമ്മം പാലിക്കാൻ വേണ്ടി ഇങ്ങനൊരു ഭാവം സ്വീകരിച്ചിരിക്കുന്ന വേട്ടയ്ക്കൊരു മകൻ ആനന്ദമഗ്നൻ തന്നെയാണ് സദാ. അതുകൊണ്ട് പ്രസന്നനാണ്. ദേവഹ, ആഗ്രഹിച്ചതെല്ലാം നൽകുന്നവനാണ്, സ്വയം പ്രകാശിക്കുന്നവനാണ്. അതുകൊണ്ട് ദേവനാണ്. പായാത്, അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. എന്തിൽ നിന്നും? അപായാത്, അപായങ്ങളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. ശബര പുരസൗ, ശബര വപു അസൗ. ശബരം എന്നാൽ കിരാതഭാവം. അപ്പൊ കിരാതന്റെ വപുസ് ധരിച്ചിരിക്കുന്നവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ആർക്കും അറിയില്ല. ആ കിരാതഭാവത്തെ അദ്ദേഹം ധരിച്ചിരിക്കുകയാണ്. ആ കിരാത ദേഹത്തിൽ അദ്ദേഹം വസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ വേട്ടയ്ക്കൊരു മകൻ സാവധാനഃ സദാ നഃ പായാത്, ഞങ്ങളെ രക്ഷിക്കട്ടെ. സാവധാനത്തോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി. നമ്മുടെ കാര്യത്തിൽ, ഒരു മക്കളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും എത്ര ജാഗ്രതയുണ്ടാവോ അതേ ജാഗ്രതയോടുകൂടി ഭക്തരായ നമ്മളെ സദാ രക്ഷിച്ചു കൊണ്ടിരിക്കട്ടെ ഈ വേട്ടയ്ക്കൊരു മകൻ. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. പ്രത്യർത്ഥി വ്രാത വക്ഷസ്ഥല രുധിര സുരാപാനമത്താ പൃഷത്കം ചാപേ സന്ധായ തിഷ്ടൻ ഹൃദയ സരസിജേ മാമകേ താപഹം തം പിഞ്ചോത്തംസ ശരണ്യ പശുപതി തനയോ നീരദാഭ പ്രസന്നോ ദേവ പായാദപായാത് ശബരവപുരസൗ സാവധാന സദാന. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. ആഖേട്ടായ വനേചരസ്യ ഗിരിജാസക്തസ്യ ശംഭോ സുത ത്രാതും യോ ഭുവനം പുരാ സമജനീഖ്യാതഃ കിരാതാകൃതി കോദണ്ഡക്ഷുരികാധരോ ഘനരവ പിഞ്ചാവതംസോജ്വല സത്വം മാമവ സർവദാ റിപുഗണത്രസ്തം ദയാവാരിധേ. ആഖേട്ടായ, ആഖേട്ടം എന്നാൽ വേട്ട. അപ്പോൾ വേട്ടയ്ക്ക് വേണ്ടി വനേചരസ്യ, വനത്തിൽ ചരിക്കുന്നവനായ, വനത്തിൽ ചരിക്കുകയാണ്. ആരാണ്? ശിവനാണ്. എന്തിനാണ്? വേട്ടയ്ക്ക് വേണ്ടിയാണ്. ഗിരിജാസക്തസ്യ, ഗിരിജയിൽ ആസക്തിയുള്ളവൻ, ഗിരിജയിൽ പ്രേമമുള്ളവൻ. അതാരാ? ശിവൻ. അപ്പോൾ വനത്തിൽ വേട്ടയാടാൻ വേണ്ടി ചരിക്കുന്ന കിരാതമൂർത്തിയായ ശിവന്റെ ശംഭോ, ശംഭുവിന്റെ മംഗളത്തെ ചെയ്യുന്നവനാണ് ശംഭു. അദ്ദേഹം സ്വയം മംഗളസ്വരൂപിയാണ്. മംഗളമുള്ളയിടത്ത് ആവിർഭവിക്കുന്നവനാണ്. ഇങ്ങനെ എല്ലാം അർത്ഥത്തിൽ ശംഭുവാണ്. അപ്പോൾ ഗിരിജയുടെ പതിയാണ്, ഗിരിജയിൽ പ്രേമമുള്ളവനാണ്, മംഗളത്തെ ചെയ്യുന്നവനാണ്, വനത്തിൽ വേട്ടയാടാൻ വേണ്ടി ചരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ശിവന്റെ സുതഃ, സുതനാകുന്നു അങ്ങ്. മകനാണ്, കിരാതമൂർത്തിയുടെ മകനാണ് അങ്ങ്. ത്രാതും യോ ഭുവനം പുരാ സമജനി ഖ്യാത കിരാതാകൃതി. ഭുവനം ത്രാതും, മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കാൻ. യഹ, ആര്? പുരാ, പണ്ട്. കിരാതാകൃതി സമജനി ഇതി ഖ്യാതഃ, കിരാതന്റെ ആകൃതിയെ സ്വീകരിച്ച് ആവിർഭവിച്ചുവോ എന്ന് പ്രസിദ്ധമാകുന്നു. അങ്ങ് ഇപ്പോൾ ഇവിടെ കിരാതഭാവത്തിലാണ് ഇരിക്കുന്നത്. ഒരു വേട്ടക്കാരന്റെ ഭാവത്തിലാണ് അങ്ങ് ഇവിടെ ഇരിക്കുന്നത്.
അങ്ങയുടെ യഥാർത്ഥ രൂപം ഇതൊന്നുമല്ല. ഞങ്ങൾക്കൊന്നും മനസ്സിലാകാൻ പറ്റാത്ത വൈഭവമാണ് അങ്ങയുടെ യാഥാർത്ഥ്യം. എന്നാൽ ഞങ്ങൾക്കൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ദേവതയായിട്ട് അങ്ങിവിടെ ഒരു കിരാതഭാവത്തിൽ പണ്ട് ആവിർഭവിച്ചതാണ്. ഇപ്പോൾ വസിക്കുന്നുണ്ട്, പണ്ട് ആവിർഭവിച്ചതാണ്. എന്തിനു വേണ്ടി? ഭുവനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ശംഭുവിന്റെ മകനായിട്ട് വന്നിട്ടുള്ള വേട്ടയ്ക്കൊരു മകനാണ് അങ്ങ്. കോദണ്ഡ ക്ഷുരികാധരോ. കോദണ്ഡം എന്നാൽ വില്ല്, ക്ഷുരിക എന്നാൽ ചുരിക. ഇത് രണ്ടും ധരിച്ചിരിക്കുന്നവനാണ് അങ്ങ്. കിരാതമൂർത്തിയുടെ അതായത് വേട്ടയ്ക്കൊരു മകന്റെ ഭാവം എപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ പോയി നോക്കിയവർക്കറിയാം. ഒരു കയ്യിൽ വില്ലും ഒരു കയ്യിൽ ചുരികയും ഉണ്ടാവും. നല്ല നീളനുള്ള വില്ലായിരിക്കും. ഘനരവ, നല്ല മുഴക്കമുള്ള ശബ്ദമാണ്, ഇടിമിന്നലിന്റെ നാദമാണ് അദ്ദേഹത്തിന്. കാരണം അത്രയും ഗാംഭീര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ശബ്ദത്തിനും ആ ഗാംഭീര്യം ഉണ്ടാവും. ഒന്ന് കൽപ്പിച്ചാൽ തന്നെ എല്ലാവരും അനുസരിച്ചു പോകും. ശത്രുക്കളൊക്കെ ഓടി ഒളിക്കും അദ്ദേഹത്തിന്റെ ആ ശബ്ദം കേട്ടാൽ. അപ്പൊ ഘനരവത്തോടു കൂടിയവനാണ്. പിഞ്ചാവ തംസോജ്വല, മയിൽപീലി ധരിച്ചിട്ടുള്ള കിരീടത്തെ ധരിച്ചുകൊണ്ട് ശോഭിക്കുന്നവനാണ്, ജ്വലിക്കുന്നവനാണ്. അദ്ദേഹത്തിന്റെ കിരീടത്തിൽ മയിൽപീലിയുണ്ട്. അദ്ദേഹം സ്വയം നല്ല കാന്തിയുള്ളവനാണ്. അദ്ദേഹത്തിന്റെ കിരീടത്തിനും നല്ല കാന്തിയുണ്ട്. സത്വം, അങ്ങനെയുള്ള അങ്ങ്, മാം അവ, എന്നെ രക്ഷിച്ചാലും, സർവദാ, എല്ലാ കാലത്തും, റിപുഗണ ത്രസ്തം, എങ്ങനെയുള്ള എന്നെയാണ്? റിപുഗണങ്ങളാൽ ത്രസ്തനായിരിക്കുന്ന, ശത്രുക്കളുടെ സമൂഹത്താൽ ദുഃഖിതനായിരിക്കുന്ന എന്നെ സർവദാ അവ രക്ഷിച്ചാലും, ദയാവാരിധേ, ദയയുടെ സമുദ്രമായിരിക്കുന്നവനെ എന്നെ രക്ഷിച്ചാലും. അങ്ങ് ദയയുടെ സമുദ്രം തന്നെയാണ്. അതായത് അളവറ്റ ദയ അങ്ങയ്ക്കുണ്ട്. ഇഷ്ടംപോലെ ഭക്തർ അങ്ങയ്ക്കുണ്ട്. എല്ലാവരെയും അങ്ങ് സഹായിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ എന്നെയും സഹായിക്കുമോ എന്ന സംശയത്തിന് ആവശ്യമേ ഇല്ല. കാരണം ദയ അളവറ്റിട്ട് അങ്ങയിലുണ്ട്. ഒരു കടല് തന്നെയാണ് ദയയുടെ. അപ്പൊ അങ്ങനെയുള്ള അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ വന്ന് ഇതാ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള എന്നെ, ഞാൻ ഏത് ഭാവത്തിലാണ്? റിപുക്കളാൽ ത്രസ്തനാണ്. ശത്രുക്കൂട്ടം ചുറ്റും പല രീതിയിൽ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്, ദുഃഖിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖങ്ങളെല്ലാം സഹിച്ച് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായിരിക്കുന്ന എന്നെ സർവദാ അവ, എല്ലാ കാലത്തും എല്ലായ്പ്പോഴും രക്ഷിച്ചാലും എന്നിവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. ആഖേടായ വനേചരസ്യ ഗിരിജാസക്തസ്യ ശംഭോസുത ത്രാതും യോ ഭുവനം പുരാ സമജനി ഖ്യാതഃ കിരാതാകൃതി കോദണ്ഡക്ഷുരികാധരോ ഘനരവ പിഞ്ചാവതം സോജ്വല സത്വം മാമവ സർവദാ റിപുഗണത്രസ്തം ദയാവാരിധേ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. യോ മാം പീഡയതി പ്രസഹ്യ സതതം ദേഹീത്യനന്യാശ്രയം ഭിത്വാ തസ്യ റിപോരുരഃ ക്ഷുരികയാ ശാതാഗ്രയാ ദുർമതേ ദേവത്വത്കര പങ്കജോല്ലസിതയാ ശ്രീമത്കിരാതാകൃതേ തത്പ്രാണാൻവിതരാന്തകായ ഭഗവൻ കാലാരിപുത്രാഞ്ജസാ. യോ മാം പീഡയതി പ്രസഹ്യ സതതം. സതതം എന്നാൽ എപ്പോഴും, എല്ലായ്പ്പോഴും. പ്രസഹ്യ എന്ന് പറഞ്ഞാൽ ബലമായിട്ട്, ബലാത്കാരമായിട്ട്. യഹ, യാതൊരുത്തർ, മാം പീഡയത്തി, എന്നെ പീഡിപ്പിക്കുന്നുവോ, ദുഃഖിപ്പിക്കുന്നുവോ, എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. സതതം, എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപദ്രവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അതും ബലമായിട്ടാണ്. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും തേടി വന്ന് ഉപദ്രവിക്കുകയാണ്. അത്രയും ദുഃഖത്തിലാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ദേഹി തന്നാലും, അനന്യാശ്രയം, അനന്യമായ ആശ്രയത്തെ തന്നാലും എന്ന് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇവരുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള എൻ്റെ മനസ്സിൽ ഒരു കാര്യം വ്യക്തമാണ്. എനിക്ക് ഒരു ആശ്രയം അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങയിൽ നിന്ന് അന്യമായി ഒരു ആശ്രയത്തെ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അനന്യാശ്രയമായിട്ട് ഞാൻ അങ്ങയെ വരിക്കുകയാണ്. അങ്ങ് എനിക്ക് അനന്യമായ ആശ്രയത്തെ തന്നാലും, ദേഹി ഇതി അനന്യാശ്രയം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഭിത്വാ തസ്യ റിപോരുര ക്ഷുരികയാ ശാതാഗ്രയാ ദുർമതേ. ദുർമതിയായിരിക്കുന്ന, ദുഷ്ടവിചാരങ്ങളുള്ള, അവന്റെ മനസ്സിൽ സദ്വിചാരമൊന്നുമില്ല, സദാ ദുഷ്ടവിചാരമാണ്. അങ്ങനെ ഇരിക്കുന്ന റിപുവിൻ്റെ, ശത്രുവിൻ്റെ ഉരഹ, ഉരസ്, മാറിടത്തെ, ഭിത്വ, ഭേദിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ് ഭേദിക്കേണ്ടത്? ക്ഷുരികയാ ശാതാഗ്രയ, ചുരിക ഉപയോഗിച്ചുകൊണ്ട്. എങ്ങനെയുള്ള ചുരികയാണ്? ശാതാഗ്രമായ
ചുരികമാണ്. അതായത് ശാതാഗ്രം എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള അഗ്രമാണ് അതിനുള്ളത്. അപ്പൊ നല്ല മൂർച്ചയുള്ള ചുരിക ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളുടെ ദുർമതിയായ ശത്രുക്കളുടെ വക്ഷസ്ഥലത്തെ ഭേദിച്ചാലും പിളർന്നാലും എന്നിവിടെ അപേക്ഷിക്കുകയാണ്. കാരണം എന്നെ അവര് എല്ലാ പ്രകാരത്തിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയില്ല, എനിക്ക് അങ്ങ് തന്നെയാണ് അനന്യാശ്രയം. ആ അനന്യാശ്രയം എനിക്ക് തന്നുകൊണ്ട് എൻ്റെ ശത്രുക്കളെ വധിച്ചാലും ദേവ, ആഗ്രഹിച്ചതെല്ലാം നൽകുന്നവനെ, സ്വയം പ്രകാശിക്കുന്നവനെ, ത്വത്കര പങ്കജോല്ലസിതയാ, നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ഷുരികയ എന്ന പദത്തിനോടുള്ള വിശേഷണമാണ്. അങ്ങയുടെ കരപങ്കജത്തിൽ ഉല്ലസിക്കുന്നതായിട്ടുള്ള ചുരികയെ അങ്ങ് ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിലാണ് അങ്ങ് ആ ചുരികയെ പിടിച്ചിട്ടുള്ളത്. ആ ചുരിക കൊണ്ട് നല്ല മൂർച്ചയുള്ള അഗ്രമാണത്. അതുകൊണ്ട് എൻ്റെ ശത്രുക്കളുടെ മാറിടത്തെ പിളർന്നാലും എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. ശ്രീമത് കിരാതാകൃതേ, ഐശ്വര്യപൂർണമായിട്ടുള്ള കിരാതാകൃതിയെ ധരിച്ചിരിക്കുന്നവനെ, അല്ലയോ ഭഗവാനെ ദേവ, എൻ്റെ ശത്രുക്കളുടെ വക്ഷസ്ഥലത്തെ പിളർന്നാലും അങ്ങയുടെ ചുരികയാൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമത്തായിട്ടുള്ള കിരാതാകൃതിയാണ്. കാട്ടാളന്റെ ഭാവമാണ്. എല്ലാ ഐശ്വര്യത്തോടും ഒത്തിട്ടുള്ള ഭാവമാണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നും സങ്കല്പിക്കാം. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കും എന്നും സങ്കല്പിക്കാം. ശ്രീ ഇങ്ങനെ പ്രവഹിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, ശ്രീ പൂർണ്ണമായിരിക്കുന്ന ഭാവത്തിലായതുകൊണ്ട് അദ്ദേഹം ശ്രീമത് കിരാതാകൃതയും, പിന്നെ പരമശിവന്റെയും ഭഗവതിയുടെയും മകനായിട്ട് ജനിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ ചുരിക കിട്ടിയത്. അപ്പൊ ഭഗവാൻ, അതായത് നാരായണൻ, അദ്ദേഹത്തിന് ഗുരുഭാവമാണ്. അതുകൊണ്ട് നാരായണന്റെ വൈഭവവും ചൈതന്യവും അദ്ദേഹത്തിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കാനായിരിക്കാം ശ്രീമത് കിരാതാകൃത്തെ. ശ്രീയോടൊത്തവൻ നാരായണനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഭവമുള്ള കിരാതാകൃതിയെ ധരിച്ചിരിക്കുന്നവനാണ് അങ്ങ്. തത്പ്രാണാൻ വിതരാന്തകായ ഭഗവൻ, അല്ലയോ ഭഗവൻ. നേരത്തെ ശ്രീമത്ത് എന്ന് പറഞ്ഞു, അതൊന്നുകൂടി വിപുലമാക്കുന്ന പദമാണ് ഭഗവൻ എന്ന വിളി. ഭഗയുള്ളവനാണ് അങ്ങ്. ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, വീര്യം, യശസ്, കീർത്തി തുടങ്ങിയിട്ടുള്ള 6 ഗുണങ്ങളും ഉള്ളവനാണ് അങ്ങ്. അപ്പൊ ആ അങ്ങ് തത് പ്രാണാൻ, അവന്റെ പ്രാണങ്ങളെ, ആരുടെ? ആ ശത്രുക്കളുടെ, ദുർമതികളായിട്ടുള്ള, എന്നെ സദാ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ ഒഴിഞ്ഞു മാറിയാലും വിട്ടുവിടാതെ എന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ശത്രുക്കളുടെ പ്രാണങ്ങളെ വിതരാൻ, അന്തകായ, അന്തകനായിക്കൊണ്ട് നൽകിയാലും, അന്തകന്റെ അടുത്തേക്ക് അയച്ചാലും, അന്തകൻ എന്ന് പറഞ്ഞാൽ യമന്റെ അടുത്തേക്ക് അയച്ചാലും, അവർക്ക് മരണം അങ്ങ് കൊടുത്താലും, അവരുടെ മാറ് പിളർന്നുകൊണ്ട് അവർക്ക് മരണത്തെ കൊടുത്താലും, അവർക്ക് ഒരു അവസാനം വരുത്തി കൊടുത്താലും, അല്ലയോ ഭഗവാൻ, കാലാരി പുത്ര അഞ്ജസ. അഞ്ജസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരിൽ നിന്നും എന്നെ മോചിപ്പിച്ചാലും, അവരെ വധിച്ചാലും, പെട്ടെന്ന് തന്നെ വധിച്ചാലും, കാലാരി പുത്ര. കാലന്റെ അരി ശത്രു ആരാ? ശിവൻ. കാലനെ വധിച്ചവനാണ് ഭഗവാൻ, കാലനെ ദണ്ഡിച്ചവനാണ്, അതുകൊണ്ട് കാലാരിയാണ്. ആ കാലാരിയുടെ പുത്രനാണ് അങ്ങ്. വേട്ടയ്ക്കൊരു മകനെ ഭഗവൻ അഞ്ജസ തത് പ്രാണാൻ വിതരാന്തകായ, അവരുടെ പ്രാണനെ അപഹരിച്ചാലും അവരെ വധിച്ചാലും എന്നിവിടെ 3-ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. ശത്രുനാശമാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എല്ലാ പ്രകാരത്തിലുള്ള ശത്രുക്കളിൽ നിന്നുമുള്ള രക്ഷയാണ് ഇവിടെ നമ്മൾ ആ കിരാതമൂർത്തിയായിട്ടുള്ള ശിവന്റെ മകനായിരിക്കുന്ന വേട്ടയ്ക്കൊരു മകനോട് പ്രാർത്ഥിക്കുന്നത്. യോ മാം പീഡയതി പ്രസഹ്യ സതതം ദേഹീത്യനന്യാശ്രയം ഭിത്വാ തസ്യ റിപോരുരക്ഷുരികയാ ശാതാഗ്രയാ ദുർമതേ ദേവത്വത്കര പങ്കജോല്ലസിതയാ ശ്രീമത് കിരാതാകൃതേ തത്പ്രാണാൻ വിതരാന്തകായ ഭഗവൻ കാലാരിപുത്രാഞ്ജസ. അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. വിദ്ധോ മർമസു ദുർവചോഭിരസതാം സന്തപ്ത ശല്യോപമൈ ദൃപ്താനാം ദ്വിഷതാമശാന്തമനസാം ഖിന്നോസ്മി യാവദ്ഭൃശം താവത്വം ക്ഷുരികാശരാസനധരശ്ചിത്തേ മമാവിർഭവൻ സ്വാമിൻ ദേവ കിരാതരൂപശമയ പ്രത്യർത്ഥിഗർവം ക്ഷണാത്. വിദ്ധഃ മർമസു ദുർവചോഭിരസതാം, അസത്തുക്കളുടെ ദുർവചസ്സുകളാൽ, മർമസു വിദ്ധഃ, മർമ്മങ്ങളിൽ മുറിപ്പെട്ടവനാണ് ഞാൻ.
അസത്തുക്കളുടെ ദുർവചനങ്ങൾ, അവരിങ്ങനെ വേണ്ടാത്തത് പലതും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് എൻ്റെ മനസ്സ് തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മർമ്മത്തെ ഭേദിച്ചിരിക്കുന്നു. ഇവിടെ മർമ്മത്തെ ഭേദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തെ ഭേദിച്ചിരിക്കുന്നു. അതെന്നെ വേദനിപ്പിക്കുന്നു. സന്തപ്ത ശല്യോപമയി, ശല്യ സമാനമായിട്ടുള്ള, അതായത് മുള്ള് സമാനമായിട്ടുള്ള അവരുടെ ദുർവചനങ്ങളാൽ, ദുർവചനം എന്ന വാക്കിന് വിശേഷണമാണ്. അപ്പൊ മുള്ള് സമാനമായിട്ടുള്ള അവരുടെ ദുർവചനങ്ങളാൽ സന്തപ്തനായിരിക്കുന്ന ഞാൻ, എൻ്റെ മർമ്മങ്ങളൊക്കെ അവരുടെ വാക്കുകൊണ്ട് ഭേദിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സന്തപ്തനാണ്, ദുഃഖിതനാണ്. ദൃപ്താനാം, എങ്ങനെയുള്ളവരാണ് ഈ ശത്രുക്കൾ? ദുർവചനം പറയുന്നവർ ദൃപ്തന്മാരാണ്, അഹങ്കാരികളാണ്. അവർക്ക് നിന്നെയൊന്നും ഭയമില്ല, ലോകത്തിൽ ധർമ്മമുണ്ട് ഉണ്ടെന്നുള്ള വിചാരമില്ല. അവർ സ്വാർത്ഥന്മാരാണ്, തങ്ങൾ കേമന്മാരാണ്, തങ്ങൾക്ക് മീതെ ആരുമില്ല എന്ന് അഭിമാനിക്കുന്നവരാണ്. ആ അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് നേരെ അവർ തിരിയുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർക്ക് എപ്പോഴും ഉള്ളിൽ ഈ ദൃപ്തതയുണ്ടാവും, ഈ അഹങ്കാരം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഞാൻ വേറെ മറ്റുള്ളവർ വേറെ, അവരുടെ ദുഃഖത്തിൽ ഞാൻ സുഖിക്കും എന്നൊക്കെയുള്ള വിചാരം ഉണ്ടാവും. അതുകൊണ്ട് ദൃപ്താനാം ദ്വിഷതാം, എന്നോട് ദ്വേഷമുള്ളവരാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നോട് അവർക്ക് ദ്വേഷമുണ്ട്, എന്നോട് ശത്രുതയുണ്ട്, വിരോധമുണ്ട് അവർക്ക്. അങ്ങനെ അഹങ്കരിക്കുന്നവർ അശാന്ത മനസാം, അവരുടെ മനസ്സ് ശാന്തമല്ല, അശാന്തമാണ്. കാരണം എന്നോട് ദ്വേഷമാണ്. അപ്പൊ സദാ എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ അവർക്ക് ദുഃഖമാവും, എനിക്ക് എന്തെങ്കിലും ഉയർച്ചയുണ്ടായാൽ അവർക്ക് താപമാകും, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എപ്പോഴും അവരുടെ മനസ്സ് അശാന്തമാണ്, എന്നോടുള്ള വിരോധം കൊണ്ട്. അങ്ങനെ ആ വിരോധത്താൽ അശാന്തമായ മനസ്സോടുകൂടി അഹങ്കരിച്ചിരിക്കുകയാണ്. ഇവനെ ഞങ്ങൾ ഉപദ്രവിക്കും, ഇവന് ഞങ്ങളൊരു പാഠം പഠിക്കും, ഇവൻ അങ്ങനെ സുഖിക്കേണ്ട എന്നൊക്കെയുള്ള ആ മതം, ആ അഹങ്കാരം ഇങ്ങനെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അവര് ദുർവാക്കുകളായിട്ട്, മുള്ള് സമാനമായിട്ടുള്ള ദുർവാക്കുകളായിട്ട് എൻ്റെ നേർക്ക് അയച്ച് എൻ്റെ മർമ്മങ്ങളെ ഇങ്ങനെ ഭേദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അസത്തുക്കൾ. ഖിന്നോസ്മി യാവത് ഭൃഷം, അങ്ങനെ ഇവരുടെ വാക്കുകളാൽ ഞാൻ എപ്പോഴൊക്കെയാണോ ഖിന്നനായിരിക്കുന്നത്, യാവത് ഭൃഷം എന്ന് പറഞ്ഞതുകൊണ്ട് എപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഖിന്നനായിരിക്കുന്നു, ഖിന്നൻ എന്നാൽ ദുഃഖിതൻ. അപ്പൊ ഇവരുടെ വാക്ഷരങ്ങളേറ്റ് എപ്പോഴെല്ലാം ഞാൻ ദുഃഖിക്കുന്നു, ഇപ്പോൾ ഇവരെന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്, അപ്പൊ ഇപ്പോൾ ഇനി ഭാവിയിലും എപ്പോഴെല്ലാം ഇവരെന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നുവോ ആ സമയത്തെല്ലാം താവത്, അപ്പോഴെല്ലാം ത്വം, അങ്ങ്, ശുരികാശരാസനധര, ചുരികയെ അതുപോലെ ശരത്തെ, ശരാസനം, ശരാസനം എന്ന് പറഞ്ഞാൽ വില്ല്. അപ്പോ ചുരികയെയും വില്ലിനെയും ധരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ്, ചിത്തെ മമ, എൻ്റെ ചിത്തത്തിൽ, ആവിർഭവിച്ചുകൊണ്ട്, ഭഗവാനോട് ആവിർഭവിക്കാൻ പറയാണ് തൻ്റെ ചിത്തത്തിൽ. അതായത് ഇവരെ നേരിടാൻ തനിക്ക് സാധിക്കില്ല, തനിക്ക് ഒരേ ഒരു ശരണം അങ്ങാണ്. അപ്പൊ ഇവരെ നേരിടണമെങ്കിൽ അങ്ങ് തന്നെ നേരിടണം. എങ്ങനെയാണ് അങ്ങ് നേരിടേണ്ടത്? എൻ്റെ ഹൃദയത്തിൽ ആവിർഭവിച്ചിട്ടാണ്. എപ്പോഴെല്ലാമാണോ എൻ്റെ ശത്രുക്കൾ എൻ്റെ നേർക്ക് തിരിഞ്ഞ് എന്നെ ഉപദ്രവിക്കുന്നത്, അപ്പോഴെല്ലാം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ ആവിർഭവിക്കണം. എങ്ങനെയാണ് ആവിർഭവിക്കേണ്ടത്? ആയുധ സമേതനായിട്ടാണ്. ഒരു കയ്യിൽ നല്ല വില്ലും ഉണ്ടാവണം, മറ്റേ കയ്യിൽ ചൊരികയും ഉണ്ടാവണം. ഇത് രണ്ടും പിടിച്ചുകൊണ്ട് അങ്ങ് ആവിർഭവിക്കുക എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ചിത്തത്തിൽ. സ്വാമിൻ, എൻ്റെ നാഥ, അങ്ങാണ് സ്വാമി, ഞാൻ ദാസനാണ്. അതുകൊണ്ട് സ്വാമിൻ, ദേവ, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നൽകുന്നവനാണ്, നല്ല ശോഭയുള്ളവനാണ്. കിരാതരൂപ, വേട്ടക്കാരന്റെ ഭാവത്തിൽ ഇരിക്കുന്നവനാണ്. ക്ഷമയ പ്രത്യർത്ഥി ഗർവം ക്ഷണാത്, വളരെ പെട്ടെന്ന് തന്നെ, ക്ഷണനേരം കൊണ്ട് തന്നെ, പ്രത്യർത്ഥി ഗർവം, പ്രത്യർത്ഥി എന്നാൽ ശത്രു, ശത്രുവിന്റെ ഗർവത്തെ ശമിപ്പിച്ചാലും. ശത്രുക്കളെ നേരിടാൻ എനിക്ക് സാധിക്കണം, അതാണ് ഇവിടെ ചോദിക്കുന്നത്. ആ നേരിടുന്നത് പക്ഷെ അങ്ങാണെന്നുള്ള ബോധവും എനിക്കുണ്ടാവണം. കാരണം അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയമില്ല. അപ്പൊ ശത്രുക്കൾ എൻ്റെ നേർക്ക് തിരിയുമ്പോൾ അവരെ എതിരിടാനുള്ള സാമർഥ്യമായി അങ്ങ് എൻ്റെ ഉള്ളിൽ ആവിർഭവിച്ചാലും എന്ന പ്രാർത്ഥനയാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നെ കൊണ്ട് ചെയ്യിച്ച്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അങ്ങ് സ്വയം ചെയ്ത് എനിക്ക് എല്ലാവിധ രക്ഷയെയും നൽകിയാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. വിദ്ധോ മർമ്മസു ദുർവചോഭിരസതാം സന്തപ്ത ശല്യോപമൈ ദൃപ്താനാം ദ്വിഷതാമശാന്തമനസാം ഖിന്നോസ്മി യാവത് ഭൃശം താവത്വം ശുരികാശരാസനധരശ്ചിത്തേ മമാവിർഭവൻ സ്വാമിൻ ദേവ കിരാതരൂപശമയ പ്രത്യർത്ഥി ഗർവം ക്ഷണാത്. ഇതാണ് 4-ാമത്തെ ശ്ലോകം. അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. ഹർത്തും വിത്തമധർമ്മതോ മമ രതാശ്ചോരാശ്ച യേ ദുർജനാസ്
തേഷാം മർമസു താടയാശു വിശിഖൈസ് ത്വത്കാർമുകാൻ നിസ്സൃതൈ ശാസ്താരം ദ്വിഷതാം കിരാതവപുഷം സർവാർത്ഥദം ത്വാമൃതേ പശ്യാമ്യത്ര പുരാരിപുത്ര ശരണം നാന്യം പ്രപന്യോസ്മ്യഹം. അധർമ്മതഃ അധർമ്മത്തെ ആശ്രയിച്ചുകൊണ്ട് ധർമ്മത്തെ വെടിഞ്ഞുകൊണ്ട് മമ എൻ്റെ വിത്തത്തെ ധനത്തെ ഹർത്തും ഹരിക്കാൻ രഥ സദാ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് ഒരു വിചാരമേ ഉള്ളൂ, എൻ്റെ വിത്തത്തെ ഹരിക്കണം. ഞാൻ ധാർമ്മികമായി സമ്പാദിച്ചിട്ടുള്ള എൻ്റെ എല്ലാ സമ്പാദ്യവും, ഇവിടെ ധനമെന്ന് മാത്രമല്ല എൻ്റെ എല്ലാ സമ്പാദ്യവും, ഇപ്പം എനിക്ക് കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതും എൻ്റെ ധനം തന്നെയാണ്. ആ വിത്തത്തെ മുഴുവൻ ഹരിക്കണമെന്ന ഒറ്റ വിചാരത്തോടുകൂടി അധർമ്മ ബോധത്തോടുകൂടി അവർ സദാ രതിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അതിലാണ് താല്പര്യം. അവർ ചോരന്മാരാണ്, കള്ളന്മാരാണ്, ദുർജനങ്ങളാണ്. അവരുടെ മനസ്സിൽ എന്നും ദുഷ്ടത മാത്രമാണ് നിറഞ്ഞിരിക്കുന്നത്. ആ ദുഷ്ടത ഇല്ലായിരുന്നുവെങ്കിൽ അവരെനിക്ക് നേരെ തിരിയില്ല. കാരണം ഞാൻ അങ്ങയുടെ ഭക്തനാണ്, അങ്ങയുടെ ഭക്തരെ എല്ലാം ശാസിക്കുന്നത് അങ്ങാണ്. അതുകൊണ്ട് അവരെല്ലാം ധർമ്മിഷ്ഠരായിരിക്കും. അപ്പൊ അങ്ങയോടുള്ള ഭക്തി എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ധർമ്മിഷ്ഠനാണെന്ന് എനിക്ക് അനുമാനിക്കാം. അങ്ങനെ ധർമ്മത്തോടു കൂടി ജീവിക്കുന്ന ഞാൻ സമ്പാദിച്ചിട്ടുള്ളതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. കാരണം ധാർമ്മികമായി അത് പ്രകൃതി എനിക്ക് തന്നിട്ടുള്ളതാണ്. അത് അപഹരിക്കണമെന്ന ഒറ്റ വിചാരത്തോടു കൂടിയിരിക്കുന്ന ദുർജനങ്ങളായിട്ടുള്ള കള്ളന്മാരാണ് ഇവരെല്ലാം, എൻ്റെ ശത്രുക്കൾ. തേഷാം അവർക്ക് മർമ്മസു താടയാശു അവരുടെ മർമ്മങ്ങളിൽ അങ്ങ് താടനം ചെയ്താലും, അവരുടെ മർമ്മങ്ങളെ ഭേദിച്ചാലും. എന്തുകൊണ്ട്? വിശിഖൈ അമ്പുകൊണ്ട്, ത്വത്കാർമുകാൻ നിസ്സൃതൈ കാർമുക ശബ്ദത്തിന് വില്ലെന്നാണ് അർത്ഥം. അങ്ങയുടെ വില്ലിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള അമ്പുകളാൽ അവരുടെ മർമ്മങ്ങളെ അങ്ങ് താടനം ചെയ്താലും. കാരണം അവർ ദുർജനങ്ങളാണ്, ചോരന്മാരാണ്, അധർമ്മന്മാരാണ്, എൻ്റെ ധനത്തെ അപഹരിക്കുന്നതിൽ മാത്രം താല്പര്യമുള്ളവരാണ്. അങ്ങനെയുള്ള ശത്രുക്കളെ അങ്ങയുടെ വില്ലിൽ നിന്നും അയക്കുന്ന അമ്പുകളാൽ പ്രഹരിച്ചാലും. ദ്വിഷതാം ശാസ്താരം ദ്വേഷിക്കുന്നവരെ ശാസിക്കുന്നവനാണ് അങ്ങ്. ദ്വേഷിക്കുന്നവർ, ധർമ്മത്തെ വിട്ടുകൊണ്ട് ശത്രുതാഭാവത്തോടുകൂടി ഒരുവന് നേരത്തെ തിരിഞ്ഞിട്ടുള്ള. അപ്പൊ ഞാൻ അങ്ങയുടെ ഭക്തനാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷ നൽകുന്നത് അങ്ങാണ്. അങ്ങ് എനിക്ക് അനന്യമായ ആശ്രയത്തെ നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള എൻ്റെ നേർക്ക് ഒരുവൻ ദ്വേഷിച്ചാൽ അവൻ അങ്ങയുടെ ശത്രുവാണ്. അങ്ങനെയുള്ള ശത്രുക്കളെ ശാസിക്കുന്നവനാണ്, അവരെ ദണ്ഡിക്കുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് ശാസ്താരം ദ്വിഷതാം കിരാതവപുഷം കിരാതവപുസിനെ ധരിച്ചിരിക്കുന്നവനാണ് അങ്ങ്. ഒരു കാട്ടാളന്റെ രൂപത്തെ ധരിച്ചിരിക്കുന്നവനാണ്. സർവാർത്ഥദം എല്ലാ അർത്ഥത്തെയും നൽകുന്നവനാണ് അങ്ങ്. ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അത് നൽകുന്നവൻ, എന്തർത്ഥിക്കുന്നുവോ അത് നൽകുന്നവൻ, ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും നൽകുന്നവൻ. ത്വാം അങ്ങനെയുള്ള അങ്ങ് ഋതേ ഒഴുകെ, അങ്ങല്ലാതെ പശ്യാമി അത്ര ഇവിടെ ഞാൻ ആരെയും കാണുന്നില്ല. ന അന്യം പശ്യാമി ഞാൻ മറ്റൊരുവനെ കാണുന്നില്ല. അതായത് ശത്രുക്കളെ ശാസിക്കാനും എല്ലാ ആഗ്രഹങ്ങളെയും നൽകാനും എന്നെ രക്ഷിക്കാനും മറ്റൊരു ആശ്രയത്തെ ഞാൻ കാണുന്നില്ല, മറ്റൊരു വ്യക്തിയെ ഞാൻ കാണുന്നില്ല. അങ്ങയെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങയിൽ നിന്ന് അന്യമായി അതിന് കെൽപ്പുള്ള ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ത്വാമൃതേ പശ്യാമി ന അന്യം അത്ര ഇവിടെ ഞാൻ കാണുന്നില്ല, മറ്റ് അന്യന്മാരെ ആരെയും ഞാൻ കാണുന്നില്ല. പുരാരി പുത്ര പുരന്റെ അരി, പുരൻ എന്ന് പറഞ്ഞാൽ ത്രിപുരന്മാരുടെ ശത്രു ശിവൻ, ശിവന്റെ മകനായിട്ട് ജനിച്ചവൻ പുരാരിപുത്രൻ. മറ്റൊരു ശരണം ന അന്യം പശ്യാമി മറ്റൊരു ശരണത്തെ ഞാൻ കാണുന്നില്ല. പ്രപന്നോസ്മി അഹം അതുകൊണ്ട് ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശരണം എന്ന വാക്ക് ത്വാം എന്ന ശബ്ദത്തോടും പ്രപന്നഹ ശബ്ദത്തോടും ചേർക്കാം. അപ്പോൾ അങ്ങയിൽ നിന്ന് അന്യമായ ഒരു ശരണത്തെ ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നർത്ഥം കിട്ടി. അപ്പൊ ശത്രുക്കൾ വളരെ പ്രബലരാണ്, പക്ഷെ അവര് അധർമ്മത്തെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. അങ്ങാണെങ്കിൽ ധർമ്മമൂർത്തിയാണ്, അങ്ങ് എനിക്ക് ആശ്രയമുണ്ട്. കാരണം അങ്ങ് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. ഞാൻ മറ്റൊരിടത്തേക്കും പോകാൻ പോകുന്നില്ല. എനിക്കൊരു സംശയവും ഈ കാര്യത്തിലില്ല. അപ്പൊ ഭക്തര് തുടക്കത്തിൽ അവരുടെ സാധനാ കാലഘട്ടത്തിൽ ഈശ്വരനിൽ അവർക്ക് ഈ ഭേദബുദ്ധി ഉണ്ടാവും. അപ്പോൾ ഒരു മൂർത്തിയെ ഉപാസിക്കുമ്പോൾ മറ്റേ മൂർത്തിയിലേക്ക് ശ്രദ്ധ വരും. ഇതിനാണോ ശക്തി, അതിനാണോ ശക്തി എന്ന വിചാരം വരും.
അങ്ങനെ മനസ്സ് ആടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന മനസ്സിന് ഒരിക്കലും സിദ്ധി ഉണ്ടാവില്ല. കിണർ കുഴിക്കുന്ന ഉദാഹരണം ശാസ്ത്രങ്ങളിൽ കാണാം. കിണർ കുഴിക്കുന്ന സമയത്ത് കുറേ കുഴികൾ കുഴിച്ചു വെച്ചാൽ ഒരിക്കലും വെള്ളം കിട്ടില്ല. ഒരു ദിക്കിൽ വളരെ ചിട്ടയോടുകൂടി ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ കുഴിച്ചു പോയാൽ മാത്രമേ ജലം കിട്ടൂ. അതേപോലെ സാധന ഒരു ദിക്കിലേക്കായിരിക്കണം. അപ്പോൾ ഒരു ഭാവത്തെ ആശ്രയിച്ചാൽ പൂർണ്ണമായി ആ ഭാവത്തെ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം, അനന്യമായി ആശ്രയിക്കാൻ സാധിക്കണം. അപ്പോൾ അത് സാധിച്ചാൽ മാത്രമേ നമുക്ക് ഉയർച്ചയുള്ളൂ. ഇവിടെ അങ്ങയിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങയെ ഉപാസിക്കുന്നു, അങ്ങാണ് എൻ്റെ ദേവൻ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തിയും അങ്ങയിൽ ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ അങ്ങ് തന്നെയല്ലേ രക്ഷിക്കേണ്ടേ? അതുകൊണ്ട് രക്ഷിച്ചാലും എന്നിവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഹർത്തും വിത്തമധർമ്മതോ മമരതാശ്ചോരാശ്ച യേ ദുർജനാസ്തേഷാം മർമ്മസുതാടയാശു വിശിഖൈസ് ത്വത്കാർമുകാൻ നിസ്സൃതൈ ശാസ്താരം ദ്വിഷതാം കിരാതവപുഷം സർവാർത്ഥദം ത്വാമൃതേ പശ്യാം യത്ര പുരാരിപുത്ര ശരണം നാന്യം പ്രപന്നോസ്മ്യഹം. അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. യക്ഷ പ്രേത പിശാച ഭൂത നിവഹ ദുഃഖപ്രദാ ഭീഷണ ബാധന്തെ നരശോണിതോത്സുകധിയ യേ മാം റിപു പ്രേരിത ചാപജ്യാനിനദൈസ്ത്വം ഈശ സകലാൻ സംഹൃത്യ ദുഷ്ടഗ്രഹാൻ ഗൗരീശാത്മജ ദൈവതേശ്വര കിരാതാകാര സംരക്ഷമാം. സ്ഥൂലമായിട്ടുള്ള പ്രഹരങ്ങൾ അത് വാക്കുകൊണ്ടാണെങ്കിലും അല്ലാതെയുള്ളതുമൊക്കെ നമ്മളിവിടെ പറഞ്ഞ് രക്ഷ ചോദിച്ചു. ഇനി സ്ഥൂലമല്ലാത്ത സൂക്ഷ്മമായ പ്രയോഗങ്ങളുണ്ട്. അത്തരം പ്രയോഗങ്ങൾ ശത്രുക്കൾ നടത്തിയാൽ അതെനിക്ക് കാണാൻ പോലും പറ്റില്ല. ഞാൻ അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖം അനുഭവിക്കും, പക്ഷെ അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. സൂക്ഷ്മമായ ശക്തികൾ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുക പോലും ചെയ്യില്ല, പക്ഷെ അങ്ങ് അതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ശക്തികളിൽ നിന്നും എനിക്ക് രക്ഷ നൽകണം എന്നാണ് ഈ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ആരിൽ നിന്നൊക്കെയാണ് രക്ഷ വേണ്ടത്? യക്ഷ, യക്ഷന്മാരിൽ നിന്നും, പ്രേത, പിശാച, ഭൂത, നിവഹ. യക്ഷന്മാരും പ്രേതങ്ങളും പിശാചുകളും ഭൂതങ്ങളും തുടങ്ങിയിട്ടുള്ള അവരുടെ സമൂഹങ്ങളാൽ അവരെങ്ങനെയുള്ളവരാണ്? ദുഃഖപ്രദ, ദുഃഖത്തെ നൽകുന്നവരാണ്. സൂക്ഷ്മശക്തികളാണ് ഈ പറഞ്ഞതെല്ലാം. യക്ഷൻ, പ്രേതൻ, പിശാച്, ഭൂതം ഒക്കെ സൂക്ഷ്മശക്തികളാണ്. അവർ ദുഃഖത്തെ നൽകുന്നവരാണ്. എന്തുകൊണ്ട് അവർ ദുഃഖത്തെ നൽകുന്നത്? റിപു പ്രേരിത, റിപുക്കളാൽ പ്രേരിതരായിട്ടാണ് അവർ വരുന്നത്. റിപുക്കൾ, അതായത് റിപു എന്നാൽ ശത്രു, ശത്രുക്കളാൽ പ്രേരിതരായിട്ട് വരുന്നവരാണവർ. അവർ വന്നിട്ടുള്ളത് ശത്രുക്കളുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ്. ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ദുഃഖപ്രദന്മാരാണ്. ഭീഷണ, ഭയാനകരാണ്. അബദ്ധത്തിൽ കണ്ടുപോയാൽ പോലും പ്രാണനറ്റുപോകും. അത്രയും ഭയം ജനിപ്പിക്കുന്ന രൂപത്തോടും ആകാരത്തോടും കൂടിയവരാണ്. അതുകൊണ്ട് ഭീഷണ. ബാധന്ധേ, ബാധിക്കുന്നു. നരശോണിതോത്സുകധിയ, നരന്റെ ശോണിതം, രക്തത്തിൽ ഉത്സുകമുള്ള ബുദ്ധിയോടു കൂടിയവരാണ്. നരന്റെ രക്തം കുടിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, റിപുകളാൽ പ്രേരിതമായിട്ട് വന്നിരിക്കുന്ന, ദുഃഖത്തെ നൽകുന്ന ഭയാനകമായിട്ടുള്ള യക്ഷന്മാര്, പ്രേതങ്ങള്, പിശാചുക്കള്, ഭൂതങ്ങള് തുടങ്ങിയിട്ടുള്ളവയെല്ലാം എന്നെ, മാം, ബാധന്തെ, ബാധിക്കുന്നു. ആരൊക്കെയാണോ ഇവർ? അവരെ ചാപജ്യാനിനദൈ, ചാപം എന്നാൽ വില്ല്, ജ എന്നാൽ ഞാന്. അപ്പൊ വില്ലിന്റെ ഞാന് വലിച്ചുകൊണ്ട് ആ നിനദൈ, അതിന്റെ ശബ്ദത്താൽ, ഞാനിന്റെ ശബ്ദത്താൽ, ത്വം, അങ്ങ്, ഈശ, എല്ലാവരെയും ഭരിക്കുന്നവനാണ്. ഈ പറഞ്ഞിട്ടുള്ള യക്ഷന്മാർക്കും പ്രേതങ്ങൾക്കും പിശാചുക്കൾക്കും ഭൂതങ്ങൾക്കും ശത്രുക്കൾക്കും എല്ലാവർക്കും ഈശൻ അങ്ങ് തന്നെയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈശ ത്വം സകലാൻ, എല്ലാവരെയും, ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും, സംഹൃത്യ ദുഷ്ടഗ്രഹാൻ, ഇവര് ദുഷ്ടന്മാരായിട്ടുള്ള ഗ്രഹങ്ങളാണ്. ഗ്രഹശബ്ദത്തിന് ഗ്രഹിക്കുന്നവരെന്നർത്ഥമാണ്. പ്രപഞ്ചത്തിലുള്ള സൂക്ഷ്മ ശക്തികളാണ്. ഈ ശക്തികളെ വശത്താക്കാൻ മാന്ത്രികമായും മറ്റു രീതിയിലും ആൾക്കാർക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്നവർ ആ ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളുടെ നേർക്കയക്കും. അവർക്ക് ശത്രുവിന്റെ നാശം മാത്രമാണ് ലക്ഷ്യം, വേറൊരു വിചാരവുമില്ല. അതിന് ധർമ്മവും അധർമ്മവും ഒന്നും അവർ കാര്യമാക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവർ അയക്കുന്ന ഈ ഗ്രഹങ്ങൾ, ദുഷ്ടഗ്രഹങ്ങൾ, ഇവിടെ നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളല്ല, ഈ ദുഷ്ടശക്തികൾ, അങ്ങനെയുള്ള ഈ ഗ്രഹങ്ങൾ എൻ്റെ നേർക്ക് വന്ന് എന്നെ ദുഃഖിപ്പിക്കുകയാണ്. അതിനെ മുഴുവൻ സകലാൻ സംഹൃത്യ, അങ്ങ് സംഹരിച്ചാലും. എന്തുകൊണ്ട്? അങ്ങയുടെ ജ്ഞാനൊലി കൊണ്ട്.
അങ്ങ് അമ്പ് പോലും അയക്കേണ്ട ആവശ്യമില്ല. അങ്ങയുടെ ആ വില്ലിന്റെ ശബ്ദം കേട്ടാൽ, വില്ലുകുലയ്ക്കുന്ന ആ ശബ്ദം ഉണ്ടായാൽ മാത്രം തന്നെ അവരെല്ലാം മരിച്ചു പോകും, ഇല്ലാതെയാകും, ഭസ്മമായി പോകും. അത്രയും വൈഭവമുള്ളവനാണ്. അതുകൊണ്ട് ആ ശബ്ദം ഒന്ന് പുറപ്പെടുവിച്ച് എനിക്ക് കാണാൻ പറ്റാത്ത, എന്നാൽ ഇവരാൽ ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ശത്രുക്കളെ അങ്ങ് സംഹരിച്ചാലും. ഗൗരീശാത്മജ, ഗൗരിയുടെ ഈശൻ. ഗൗരി എന്നാൽ പാർവതി, പാർവതിയുടെ ഈശൻ ശിവൻ. ആ ശിവന്റെ ആത്മജൻ, മകനായിട്ടിരിക്കുന്ന വേട്ടയ്ക്കൊരു മകനെ. ദൈവതേശ്വര, ദൈവത ശബ്ദത്തിന് വിധി എന്നാണ് അർത്ഥം. നമുക്ക് കാണാൻ പറ്റാത്തതല്ല, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, നമുക്ക് കാണാൻ പറ്റാത്തൊരു ശക്തിയാണ് ദൈവതം. അതിനും ഈശ്വരനായിരിക്കുന്നവനാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ യക്ഷന്മാരും പ്രേതങ്ങളും പിശാചുക്കളും ഭൂതങ്ങളും ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തതാണ്. പക്ഷെ അവരുടെ ഉപദ്രവം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രഹങ്ങളെ മുഴുവൻ ഭരിക്കുന്നത് അങ്ങ് ആയതുകൊണ്ട് ദൈവതേശ്വരനാണ് അങ്ങ്. വിധിക്കും അങ്ങ് ഈശ്വരനാണ്. വിധി ഒന്ന് വിധിച്ചിട്ടുണ്ട്, അത് മാറ്റാൻ പറ്റില്ല എന്ന ഒരു ലിമിറ്റേഷൻ പോലും അങ്ങേക്കില്ല. അങ്ങ് ഇച്ഛിച്ചാൽ വിധിയുടെ എഴുത്ത് പോലും മാറ്റാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ദൈവതേശ്വരനാണ് അങ്ങ്. കിരാതാകാര, കിരാതന്റെ ആകാരത്തെ സ്വീകരിച്ചവനാണ്. സംരക്ഷമാം, എന്നെ രക്ഷിച്ചാലും, സംരക്ഷണത്തെ എനിക്ക് നൽകിയാലും. സം എന്നത് ചേർക്കുമ്പോൾ നല്ലത് എന്നർത്ഥം വന്നു. അപ്പൊ നല്ല രക്ഷണത്തെ എനിക്ക് നൽകിയാലും, എനിക്ക് ഇനി ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല, ഒരു രക്ഷ തേടേണ്ട ആവശ്യം പോലും ഇനി ഉണ്ടാവാൻ പാടില്ല. നിന്റെ ശരണാഗതി, നിന്നോടുള്ള ഭക്തി, ഇത് മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ള രക്ഷണത്തെ എനിക്ക് നൽകിയാലും ഈ ദുഷ്ടഗ്രഹങ്ങളെ മുഴുവൻ നശിപ്പിച്ച്, യക്ഷന്മാര്, പ്രേതങ്ങള്, പിശാചുക്കള്, ഭൂതങ്ങള് തുടങ്ങിയിട്ടുള്ള ഭയാനകമായിട്ടുള്ള ദുഃഖത്തെ നൽകുന്നതായിട്ടുള്ള, മനുഷ്യന്റെ രക്തം കുടിക്കാൻ താല്പര്യത്തോടു കൂടിയിരിക്കുന്ന രിപുക്കളാൽ അയക്കപ്പെട്ടിട്ടുള്ള ദുഷ്ടഗ്രഹങ്ങളെ അങ്ങ് അങ്ങയുടെ ജ്ഞാനൊലി കൊണ്ട് നിഗ്രഹിച്ചാലും എന്നിവിടെ 6-ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നു. യക്ഷ പ്രേത പിശാച ഭൂത നിവഹ ദുഃഖപ്രദാ ഭീഷണ ബാധന്തെ നരശോണിതോത്സുകധിയോ യേ മാം രിപുപ്രേരിത ചാപജ്യാനിനദൈസ്ത്വമീശ സകലാൻ സംഹൃത്യ ദുഷ്ടഗ്രഹാൻ ഗൗരീശാത്മജ ദൈവതേശ്വര കിരാതാകാര സംരക്ഷമാം. അടുത്തത് 7-ാമത്തെ ശ്ലോകമാണ്. ദ്രോഗ്ധും യേ നിരതാസ്ത്വമദ്യ പദപത്മൈകാന്ത ഭക്തായ മേ മായാച്ഛന്ന കലേബരാശ്രുവിശദാനാദ്യൈ സദാ കർമ്മഭിഃ വശ്യസ്തംഭന മാരണാദി കുശല പ്രാരംഭ ദക്ഷാനരീൻ ദുഷ്ടാൻ സംഹര ദേവദേവ ശബരാകാര ത്രിലോകേശ്വര. ശത്രുക്കൾ അയക്കുന്ന പലതരം ദുഷ്ടഗ്രഹങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണമാണ് 6-ാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചത്. ഇവിടെ ശത്രുക്കൾ ചെയ്യുന്ന പലതരം ദുർമന്ത്രവാദങ്ങളിൽ നിന്നുമുള്ള, ദുഷ്പ്രയോഗങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ് ചോദിക്കുന്നത്. വളരെ ഭയാനകമായിട്ടുള്ള പല പ്രയോഗങ്ങളും മന്ത്രശക്തിയുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെയുള്ള പ്രയോഗങ്ങൾ ശത്രുക്കൾ നടത്തിയാൽ അതുപോലും നിസ്സാരമായി ഇല്ലാതെയാക്കാൻ ശക്തനായവനാണ് അങ്ങെന്ന് എനിക്കറിയാം എന്ന് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാം. അപ്പൊ ദ്രോഗ്ധും, ദ്രോഹിക്കാൻ വേണ്ടി അവർക്ക് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്നെ ദ്രോഹിക്കാൻ. അതിനുവേണ്ടി യാതൊരുത്തരാണോ നിരതാ, സദാ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല, അവർ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് എന്നൊരവസ്ഥയാണ്. അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരെ അങ്ങ് അദ്യ ഇപ്പോൾ തന്നെ പദപത്മൈകാന്ത ഭക്തായ മേ, അങ്ങയുടെ പാദമാകുന്ന പത്മങ്ങളിൽ ഏകാന്തമായ ഭക്തി സിദ്ധിച്ചിട്ടുള്ള എനിക്ക്, അതാണ് പദപത്മൈകാന്ത ഭക്തായമേ. ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആ അനന്യഭാവത്തെ ഊട്ടി ഉറപ്പിക്കുന്നു. ഉപാസനയിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് ഏകാഗ്രത, അനന്യത. മറ്റൊരിടത്തേക്ക് പോകാത്ത വിധം മനസ്സിനെ പൂർണ്ണമായി ആ ഉപാസനാമൂർത്തിയിൽ ലയിപ്പിക്കണം. അപ്പോഴേ അതിൻ്റെ സിദ്ധി നമുക്ക് കിട്ടും. അപ്പൊ ആ ഭാവത്തിൽ ഉപാസിക്കണമെന്ന ഒരു ധ്വനി അവിടെ ആ വിളിയിൽ തന്നെയുണ്ട്. പദപത്മൈകാന്ത ഭക്തായമേ. എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ നിരന്നുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരേതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? മായാച്ഛന്ന കലേബരാശ്രു. കലേബരം എന്ന് പറഞ്ഞ ശരീരം, ആശ്രു എന്നാൽ സ്വീകരിച്ചത്. അപ്പോൾ കലേബരത്തെ സ്വീകരിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള ശരീരത്തെ? മായാച്ഛന്ന, മായയാൽ മറയ്ക്കപ്പെട്ടിട്ടുള്ള ശരീരത്തെ. അതായത് അദൃശ്യമായിട്ട് അവർ ഭവിച്ചിരിക്കുന്നു, നേരിട്ട് കാണാൻ പറ്റാത്ത വിധം. ഇതൊക്കെ സൂക്ഷ്മമായ സിദ്ധികളാണ്.
അപ്പൊ അത്തരം സിദ്ധികൾ, അപ്പൊ ശരീരത്തെ മറയ്ക്കാനുള്ള ശേഷിയെ അവർ നേടിയിരിക്കുന്നു. അങ്ങനത്തെ ശത്രുക്കളാണ്. വിഷദാനാദ്യൈ സദാ കർമ്മഭി, സദാ എപ്പോഴും കർമ്മഭി കർമ്മങ്ങളാൽ. എങ്ങനെയുള്ള കർമ്മങ്ങളാൽ? വിഷദാനാദ്യൈ വിഷം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളാൽ. അവര് വരുന്നത് പോലും എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർ മായ കൊണ്ട് ശരീരത്തെ മറയ്ക്കാൻ ശേഷിയുള്ളവരാണ്. അങ്ങനത്തെ വിദ്യകൾ അഭ്യസിച്ചിട്ടുള്ളവരാണ്. അവരുടെ ലക്ഷ്യമോ എന്നെ ദ്രോഹിക്കുകയാണ്. എങ്ങനെയാണ്? വിഷം നൽകുക തുടങ്ങിയിട്ടുള്ള പാപകരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എപ്പോഴും എന്നെ ദ്രോഹിക്കണം എന്നൊരൊറ്റ വിചാരമേ അവർക്കുള്ളൂ. ഞാനോ അങ്ങയുടെ പാദപത്മങ്ങളിൽ ഏകാന്ത ഭക്തി സിദ്ധിച്ചവനാണ്. അതങ്ങ് ഓർക്കണം. എനിക്ക് മറ്റൊരു ആശ്രയമില്ല. അവർ എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ വിഷദാനാദ്യായി തുടങ്ങിയിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നു. അത് മാത്രമല്ലാതെ അവർ വേറെയും പ്രവൃത്തികൾ ചെയ്യുന്നു. വശ്യം, സ്തംഭനം, മാരണം ആദി കുശല പ്രാരംഭ ദക്ഷാൻ അരീൻ. മന്ത്രങ്ങളിലൂടെ ചെയ്യപ്പെടുന്ന ദുഷ്ടതരമായ കർമ്മങ്ങളാണ്. ദുർമന്ത്രവാദങ്ങൾ എന്ന് തന്നെ വിളിക്കാവുന്ന പ്രവൃത്തികളാണ് വശ്യം ചെയ്യുക. ഒരു വ്യക്തിയെ തൻ്റെ വശത്താക്കുക. താൻ പറഞ്ഞതുപോലെ, ഒരു അടിമയെ പോലെ താൻ പറഞ്ഞതുപോലെ പ്രേരിപ്പിക്കാൻ സാധിക്കുക. അതാണ് വശ്യം. സ്തംഭനം, ഇളകാൻ പറ്റാത്ത അവസ്ഥ ആക്കുക. അത് വ്യക്തിക്ക് ലിറ്ററലി ഇളകാൻ പറ്റാത്ത അവസ്ഥയെന്നും അയാൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ പുരോഗതി ഇല്ലാതെയാക്കുകയും ഒക്കെ ചെയ്യാം. സ്തംഭനം. മാരണം, വധിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇങ്ങനെയുള്ള ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികളിൽ കുശലന്മാരായിട്ടുള്ള പ്രാരംഭ ദക്ഷാൻ അരീൻ, ഇതിൽ കുശലന്മാരാണ് അവരത് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൽ സമർത്ഥനായിരിക്കുന്ന ശത്രുക്കളെ. പ്രാരംഭ ദക്ഷാൻ എന്നൊറ്റ പദമായിട്ട് എടുത്താൽ അത് തുടങ്ങാൻ സാമർഥ്യമുള്ളവരാണ് അവര്. അത് തുടങ്ങാനായിട്ട് അവര് തയ്യാറായിരിക്കുകയാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ അവർക്ക് ഇത് ചെയ്യാനുള്ള കൗശല്യമുണ്ട്, ഇത് ചെയ്യാൻ കഴിവുണ്ട്. അവരത് ചെയ്യാൻ തുടങ്ങുകയുമാണ്. അവരതിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ ഈ ശത്രുക്കൾ എന്നെ ദ്രോഹിക്കണം എന്ന ഒറ്റ വിചാരത്തോടു കൂടി വിഷം നൽകുക തുടങ്ങിയ പ്രയോഗം, ദേഹം മറച്ചുകൊണ്ട് പല ക്രിയകൾ ചെയ്യുന്നു. അതുപോലെ വശ്യം, സ്തംഭനം, മാരണം തുടങ്ങിയിട്ടുള്ളതെല്ലാം ചെയ്തുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകാന്ത ഭക്തനായ എന്നെ. അങ്ങനെയുള്ള അരിക്കളെ, ശത്രുക്കളെ, ദുഷ്ടന്മാരെ, അവർ നല്ലവരല്ല. എൻ്റെ ശത്രുക്കളായതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇത് ചോദിക്കുന്നത്. അവർ ദുഷ്ടന്മാരാണ്. അവരുടെ മനസ്സിൽ ദോഷമുണ്ട്. അതുകൊണ്ട് അവർ വധിക്കാൻ അർഹരാണ്. അങ്ങനെയുള്ള ദുഷ്ടന്മാരെ സംഹരിച്ചാലും വധിച്ചാലും അവരെവിടെ നിന്ന് ഉദ്ഭവിച്ചുവോ അവിടെ അവർക്ക് ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് സംഹരണം. അപ്പൊ അങ്ങനെ അവർ ലയിപ്പിച്ച് അവർക്ക് മറ്റൊരു ജന്മം നൽകിയാലും, കാരണം അവരിവിടെ നിന്നുകൊണ്ട് അവർക്കൊരു പ്രയോജനവുമില്ല, മറ്റുള്ളവർക്ക് ഉപദ്രവമാണ്. ദേവന്മാർക്കും ദേവനായിരിക്കുന്നവർ. ദേവന്മാരെന്നാൽ ദാനം കൊടുക്കുന്നവർ, ഉപാസിക്കുന്നവർക്കൊക്കെ ഓരോന്ന് കൊടുക്കുന്നവരാണ് ദേവന്മാർ. ആ ദേവന്മാര് അവരാഗ്രഹിക്കുന്നത് പോലും നേടിയെടുക്കുന്നത് നിന്നിൽ നിന്നാണ്. അതുകൊണ്ട് നീ ദേവദേവനാണ്. അവരിലൂടെ എല്ലാവർക്കും ദാനം കൊടുക്കുന്നതും നീയാണ്. അതുകൊണ്ട് ദേവദേവനാണ്. ഈ പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്നതായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവങ്ങൾ. അതിനെ പ്രകാശിപ്പിക്കുന്നവൻ നീയാണ്. അതിന്റെ സ്രോതസ് നീയാണ്. അതുകൊണ്ട് ദേവദേവൻ. ശബരാകാര, ശബരം എന്നാൽ കിരാതഭാവം, കിരാതഭാവത്തെ സ്വീകരിച്ചിരിക്കുന്ന ത്രിലോകേശ്വര. 3 ലോകത്തിനും നീ ഈശ്വരനാണ്. നിന്നെ ഇവിടെ ഈ കേരള പ്രദേശത്ത് വേട്ടയ്ക്കൊരു മകൻ എന്ന ഭാവത്തിൽ നല്ല കറുത്ത ദേഹത്തോടുകൂടി നല്ല നിവർന്നു നിൽക്കുന്ന ഭാവത്തിൽ വില്ലും ചുരികയും പിടിച്ചു നിൽക്കുന്ന, മീശയും താടിയും ഒക്കെയുള്ള രൗദ്രഭാവം കാണിച്ചുകൊണ്ട് എന്നാൽ മുഖത്ത് പ്രസാദം ഒരേ സമയത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു 3 ലോകത്തിൻ്റെയും ഈശ്വരനാണെന്ന്. നീ തന്നെയാണ് ത്രിലോകേശ്വരൻ, നീ തന്നെയാണ് ദേവദേവൻ. നീ വെറും ഒരു ലീല കൊണ്ട് ഈ ശബരാകൃതിയെ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള നിന്നെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദുഷ്ടന്മാരായ ശത്രുക്കളെ, അവർ വളരെ സമർത്ഥന്മാരാണ്, പല മാന്ത്രിക ക്രിയകളും ചെയ്യാൻ സമർത്ഥന്മാരാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള അവരെ അങ്ങ് സംഹരിച്ചാലും എന്ന് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു. ഇതാണ് 7ാമത്തെ ശ്ലോകം. ദ്രോഗ്ധുംയേ നിരതാസ്ത്വമദ്യ പദപദ്മൈകാന്ത ഭക്തായ മേ മായാഛന്ന കലേബരാശ്രു വിശദാനാദ്യൈ സദാ കർമ്മഭി വശ്യസ്തംഭനമാരണാദി കുശല പ്രാരംഭ ദക്ഷാനരീൻ ദുഷ്ടാൻ സംഹര ദേവദേവ ശബരാകാര ത്രിലോകേശ്വര. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. തൻവാവാ മനസാ ഗിരാപി സതതം ദോഷം ചികീർഷ്യത്യലം ത്വത്പാദപ്രണതസ്യ നിരപരാധസ്യാപി യേ മാനവാ സർവാൻ സംഹരതാൻ ഗിരീശസുത മേ താപത്രയൗഘാനപി
ത്വാമേകം ശബരാകൃതേ ഭയഹരം നാഥ പ്രപന്നോസ്മ്യഹം. തൻവ മനസ ഗിര അപി. തൻവ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട്, മനസ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട്, ഗിര എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട്. അപ്പൊ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട് സതതം എല്ലായ്പ്പോഴും ദോഷം ചികീർഷതി അലം, വളരെയധികം ദോഷത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അവര് ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഇനിയും ദോഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയൊക്കെ? അവർ ശരീരം കൊണ്ട് ദോഷം ചെയ്യുന്നു, ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുന്നു, മനസ്സുകൊണ്ട് ദോഷം ചെയ്യുന്നു, നമ്മളെക്കുറിച്ച് വേണ്ടാത്തത് ചിന്തിച്ച് പ്രചരിപ്പിച്ച് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച് അങ്ങനെ അവർ ദോഷം ചെയ്യുന്നു. വാക്കുകൊണ്ടും അവർ ദോഷം ചെയ്യുന്നു. ദുർവാക്കുകൾ പറഞ്ഞ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോടും പറഞ്ഞ് നമ്മളോടും ദുർവാക്കുകൾ പറഞ്ഞ് ഇങ്ങനെയെല്ലാം നമുക്ക് ദോഷം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് തന്നെ ചെയ്തിരിക്കുന്നവരാണ് ഈ ശത്രുക്കൾ. ത്വത്പാദ പ്രണതസ്യ. ആർക്ക് നേരെയാണ് അവരിത് ചെയ്യുന്നത്? എനിക്ക് നേരെയാണ്. ഞാൻ ആരാ? നിന്റെ പാദപത്മങ്ങളിൽ നമിച്ചിരിക്കുന്നവനാണ്, നിന്നെ ശരണം പ്രാപിച്ചവനാണ്. നിന്നെ ശരണം പ്രാപിച്ചാൽ പിന്നെ എൻ്റെ ശത്രുക്കളെല്ലാം നിന്റെ ശത്രുക്കളാണ്. അപ്പൊ നിന്റെ ശരണം എനിക്ക് ലഭിച്ചു എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ നിന്നോട് നിന്റെ ശത്രുക്കളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ത്വത്പാദ പ്രണതസ്യ, നിന്റെ പാദപത്മങ്ങളെ പ്രണമിച്ചിരിക്കുന്ന, നിരപരാധസ്യ, ഞാൻ നിരപരാധിയുമാണ്, അപരാധം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഒരാളെ ഉപദ്രവിച്ച് അയാൾ തിരിച്ചുപദ്രവിക്കുമ്പോൾ അവിടെ ഞാനൊരു അപരാധം ചെയ്തു, അത് അതിന്റെ ഫലമായിട്ട് വന്നതാണ്. അപ്പൊ അവിടെ എനിക്ക് ധാർമ്മികമായിട്ട് നിന്നോട് അപേക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല. കാരണം നിന്നോടുള്ള ഭക്തി ഉണ്ടായത് തന്നെ ധർമ്മം കൊണ്ടാണ്. ധർമ്മമില്ലാത്തവൻ ഒരിക്കലും നിന്നോടുള്ള ഭക്തി ഉണ്ടാവില്ല. അപ്പൊ നിന്നോട് ഭക്തി ഉണ്ടായി നിന്നെ സമീപിക്കണമെന്ന വിചാരമുണ്ടായ സ്ഥിതിക്ക് ഞാൻ ധർമ്മിഷ്ഠനാണ്. ആ ധർമ്മം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നിരപരാധിയാണ്. അറിഞ്ഞുകൊണ്ട് ഞാൻ അപരാധം ചെയ്തിട്ടില്ല. അപ്പൊ നിരപരാധിയും നിന്റെ പാദപത്മങ്ങളെ നമിച്ചുകൊണ്ടും ഇരിക്കുന്ന എന്നെ ദുഃഖിപ്പിക്കണം, പീഡിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മാനവ, ഏതെല്ലാം മനുഷ്യന്മാരുണ്ടോ, ദുഷ്ടശക്തികളും അവർ ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ പറഞ്ഞു. ഇനി അത് ചെയ്യുന്ന ആൾക്കാരെ നേരിട്ടെടുത്ത് പറയാണ്. അങ്ങനെയുള്ള എത്ര മനുഷ്യരുണ്ടോ, സർവാൻ, അവരെ എല്ലാവരെയും, താൻ, ആ ആൾക്കാരെ, സംഹരിച്ചാലും. ഗിരീശ സുത, ഗിരിയുടെ ഈശൻ ഗിരീശൻ. ഗിരി എന്നാൽ പർവ്വതം, പർവ്വതത്തിന്റെ ഈശൻ അതായത് മഹാദേവൻ. ഗിരി എന്ന വാക്കിന് പൂജാർഹരായവർ എന്നർത്ഥമുണ്ട്. അപ്പൊ പൂജിക്കപ്പെടുന്ന മഹർഷീശ്വരന്മാരൊക്കെ ഗിരികളാണ്. അങ്ങനെ ഗിരികളായിരിക്കുന്നവർക്ക് മുഴുവൻ ഈശനായിരിക്കുന്നത് കൊണ്ടും ഗിരീശനാണ്. ആ ഗിരീശന്റെ മകനാണ് നീ, മഹാദേവന്റെ പുത്രനാണ്, കിരാത സോനുവാണ്. ആ നീ എൻ്റെ ഈ എല്ലാ ശത്രുക്കളെയും, ഏതെല്ലാം മനുഷ്യരാണോ എനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിരപരാധിയും നിന്നെ പ്രണമിച്ചിരിക്കുന്ന എനിക്ക് നേരെ തിരിഞ്ഞ് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ മുഴുവൻ സംഹരിക്കുക. അല്ലയോ ഗിരീശസുത, അങ്ങനെ സംഹരിച്ച് മേ താപത്രയൗഘാനപി സംഹര, അവരെ അങ്ങ് സംഹരിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ താപത്രയങ്ങളുടെ സമൂഹം, ഓഘം എന്നാൽ കൂട്ടം, താപത്രയം എന്നാൽ 3 തരം താപങ്ങൾ, അതായത് ആധി ഭൗതികം, ആധി ദൈവികം, ആധ്യാത്മികം, ഇങ്ങനെ 3 തരത്തിലുള്ള താപങ്ങളുണ്ട്. പ്രപഞ്ചത്തിൽ നിന്നും വരുന്നത്, നമ്മുടെ സ്വന്തം കർമ്മത്തിന്റെ ഫലമായി വരുന്നത്, സൂക്ഷ്മമായ ശക്തികളിൽ നിന്നും വരുന്നത്, അതായത് ഭൂതങ്ങളിൽ നിന്ന് വരുന്നത് ഒന്ന്, സൂക്ഷ്മമായ ശക്തികളിൽ നിന്ന് വരുന്നത് മറ്റൊന്ന്. ഇങ്ങനെ 3 തരത്തിലുള്ള താപങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടങ്ങളിൽ നിന്നും എനിക്ക് രക്ഷ നൽകിയാലും അതിനെയും അങ്ങ് സംഹരിച്ചാലും. ഈ 3 താപങ്ങളും ഉണ്ടാവാൻ കാരണം ഇത്തരം പ്രയോഗങ്ങളാണ്. അപ്പോൾ ഇത് എനിക്ക് നേരെ ചെയ്യുന്ന മനുഷ്യന്മാരെയും സംഹരിക്കുക, അവര് ചെയ്യുന്ന ഇത്തരം എനിക്കുണ്ടാക്കുന്ന 3 തരം താപങ്ങളെയും അങ്ങ് സംഹരിക്കുക. ത്വാമേകം ശബരാകൃതേ ഭയഹരം നാഥം പ്രപന്നോസ്മ്യഹം. ത്വാമേകം പ്രപന്നോസ്മ്യഹം, അങ്ങേ മാത്രമാണ് ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത്, എനിക്ക് മറ്റൊരു ആശ്രയമില്ല. അപ്പൊ അനന്യമായ ഭാവം വീണ്ടും പ്രകടമാക്കിയിരിക്കുന്നു. ശബരാകൃതി പൂണ്ടവനാണ് അങ്ങ്. എന്തിനാണ് ശബരാകൃതി അങ്ങ് ധരിച്ചിട്ടുള്ളത്? ശബരാകൃതി എന്ന് പറഞ്ഞാൽ കിരാതമൂർത്തിയുടെ ഭാവം. ആ കിരാതഭാവം അങ്ങ് ധരിച്ചിട്ടുള്ളത് ഭയത്തെ ഹരിക്കാൻ വേണ്ടിയാണ്. ഭയഹരമാണ് അങ്ങയുടെ ഭാവം. നാഥം, അങ്ങ് നാഥനാണ്. എനിക്ക് ഒരേ ഒരു നാഥൻ അങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിട്ടുള്ളത്. എനിക്ക് മറ്റൊരു ശരണം ആവശ്യമില്ല. എൻ്റെ പ്രൊട്ടക്ടർ ആയിട്ട് അങ്ങ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ത്വാമേകം പ്രപന്നോസ്മ്യഹം, അങ്ങയെ മാത്രം ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്.
തൻവാവാ മനസാ ഗിരാപി സതതം ദോഷം ചികീർഷ്യത്യലം ത്വത്പാദപ്രണതസ്യ നിരപരാധസ്യാപി യേ മാനവാ സർവാൻ സംഹരതാൻ ഗിരീശസുതമേ താപത്രയൗഘാനപി ത്വാമേകം ശബരാകൃതേ ഭയഹരം നാഥം പ്രപന്നോസ്മ്യഹം. എനിക്ക് നേരെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദോഷം ചെയ്യുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യന്മാരെ സംഹരിക്കുക. എനിക്കുണ്ടാകുന്ന 3 തരം താപങ്ങളെയും സംഹരിക്കുക. കാരണം ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ഇവിടെ കിരാതാഷ്ടകം എന്നാണ് ഈ കൃതിക്ക് പേര് പറയുന്നത്. അപ്പൊ ശരിക്കും 8 ശ്ലോകങ്ങളെ എടുക്കാൻ പാടും. അപ്പോൾ 9ഉം 10ഉം ഫലശ്രുതിയായിട്ട് എടുക്കണം. എന്നാൽ 9ലും വന്ദനം തന്നെയാണ്. അപ്പൊ കൃതിയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ മൂലമായിട്ടുള്ളത് 8 ശ്ലോകങ്ങളും അത് കഴിഞ്ഞ് ഉപസംഹാരത്തിൽ ഒരു വന്ദനവുമായിട്ട് ഈ 9ാമത്തെ ശ്ലോകത്തെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് കിരാതാഷ്ടകം എന്ന് വിളിക്കപ്പെടാം. അങ്ങനെയുള്ള പേരായതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പൊ ഇവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് ഉപസംഹാരത്തിൽ ഒരു വന്ദനം കൊടുക്കുകയാണ്. ക്ലിഷ്ടോ രാജഭട്ടൈസ്തദാപി പരിഭൂതോഹം കുലൈർ വൈരിഭിശ്ചാന്യൈർ ഘോരതരൈർ വിപജ്ജലനിധൗ മഗ്നോസ്മി ദുഃഖാതുരം ഹാ ഹാ കിംകര വൈ വിഭോ ശബരവേഷം ത്വാം അഭീഷ്ടാർത്ഥദം വന്ദേഹം പരദൈവതം കുരു കൃപാനാഥ അനാഥാർത്ഥബന്ധോമയി കൃപാനാഥാർത്ഥബന്ധോമയി. എൻ്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് വന്ദിക്കുകയാണ്. എന്താണ് എൻ്റെ അവസ്ഥ? ക്ലിഷ്ട, ഞാൻ ക്ലേശിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. എന്തുകൊണ്ട്? രാജഭട്ടന്മാർ ഞാൻ ദുഃഖിക്കുകയാണ്. ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ ഞാൻ ദുഃഖിതനാണ്. അങ്ങനെ ദുഃഖിതനാണെങ്കിലും രാജഭട്ടൈ തഥാപി പരിഭൂതോഹം. പരിഭൂതം എന്ന് പറഞ്ഞാൽ ത്യജിക്കപ്പെട്ടവൻ, അവഗണിക്കപ്പെട്ടവൻ, അനാദരിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ്. അപ്പോൾ രാജഭട്ടന്മാര് എന്നെ അനാദരിച്ചിരിക്കുന്നു. രാജാവിൻ്റെ സേവകന്മാരിൽ നമുക്ക് അനീതി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നീതിക്ക് വേണ്ടി ചെല്ലുന്നത് ഭരിക്കുന്നവരുടെ അടുത്തേക്കാണ്. രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് രാജാക്കന്മാരുടെ ഭട്ടന്മാരെ ചെന്ന് കണ്ടിട്ടാണ് രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഞാനിവിടെ ദുഃഖിതനായതുകൊണ്ട് ഞാൻ നീതിക്ക് വേണ്ടി രാജാക്കന്മാരുടെ ഭട്ടന്മാരെ സമീപിച്ചപ്പോൾ അവരെന്നെ അവഗണിക്കുന്നു, അവരെന്നെ നിന്ദിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അഹം കുലൈർ വൈരിഭിർ, വൈരികളുടെ കുലത്താൽ, വൈരികളുടെ വംശത്താൽ, അന്യൈർ ഘോരതരൈർ വിപജ്ജലനിധൗ, ഞാൻ ദുഃഖിതനാണെന്ന് തുടക്കത്തിൽ പറഞ്ഞു. ആ ദുഃഖത്തിന് പരിഹാരം തേടി ചെല്ലുമ്പോൾ ആ പരിഹാരം കണ്ടെത്തേണ്ട ധർമ്മിഷ്ഠരായിട്ട് ആൾക്കാരൊക്കെ എന്നെ അവഗണിക്കുന്നു, അവരെന്നെ പുച്ഛിക്കുന്നു. എനിക്ക് എവിടെ നിന്നും രക്ഷയില്ല. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ജലനിധി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ മുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുള്ള സമുദ്രമാണിത്? കുലവൈരിഭിർ, അതായത് ശത്രുക്കളുടെ കുലത്താൽ അഥവാ എൻ്റെ കുലത്തിൻ്റെ ശത്രുക്കളാകുന്ന ജലനിധിയിൽ ഞാൻ മുങ്ങിയിരിക്കുകയാണ്. വിപജ്ജലനിധി, വിപത്ത് എന്നാൽ ആപത്ത്. അപ്പോൾ ശത്രുക്കളുടെ കൂട്ടം, എൻ്റെ കുലത്തിൻ്റെ ശത്രുക്കളും ശത്രുക്കളുടെ കുലത്തിലുള്ളവരും എൻ്റെ നേർക്ക് ചെയ്യുന്ന വിപത്താകുന്ന ജലനിധിയിൽ ഞാൻ മഗ്നോസ്മി, മുങ്ങിയിരിക്കുകയാണ്. അത് മാത്രമല്ല ജലനിധി, അന്യൈർ ഘോരതരൈർ വിപജ്ജലനിധൗ, ശത്രുക്കളുടെ കൂട്ടം മാത്രമല്ല അതല്ലാതെയും മറ്റു പല ഘോരതരമായിട്ടുള്ള, ഘോരം എന്ന് പറഞ്ഞാൽ തന്നെ ഭയം ജനിപ്പിക്കുന്നതാണ്, നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റാത്തതാണ്. അതിനേക്കാൾ ഉയരത്തിലുള്ളതാണ് ഘോരതരം. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഘോരതരമായിട്ടുള്ള മറ്റു വിപത്തുകളാകുന്ന ജലനിധിയും. അപ്പോൾ ശത്രുക്കളുടെ വക ഉപദ്രവങ്ങളുണ്ട്, അതല്ലാതെ എനിക്ക് കാണാൻ പറ്റാത്ത, വ്യക്തമായ കാരണങ്ങൾ അറിയാൻ പറ്റാത്ത ഉപദ്രവങ്ങളുമുണ്ട്. അങ്ങനത്തെയുള്ള ഘോരതരമായ ഉപദ്രവങ്ങളുടെ ജലനിധിയിൽ മഗ്നോസ്മി, ഞാൻ മുങ്ങിയിരിക്കുന്നു. ദുഃഖാതുരം, ദുഃഖത്താൽ ആതുരനാണ് ഞാൻ. വളരെയധികം തപിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. കാരണം ഇവരിങ്ങനെ സദാ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ലോകത്തിൽ നിന്നും ഇനി നീതിയും ലഭിക്കില്ല. കാരണം ഈ ലോകത്തിലുള്ളവർ തന്നെ എന്നെ നിന്ദിക്കുന്നു, അവരെന്നെ ത്യജിച്ചിരിക്കുന്നു. അതാണ് രാജഭട്ടൈ തഥാപി പരിഭൂതോഹം. ദുഃഖിതനായിട്ട് പോലും അവർ നോക്കുന്നില്ല. അപ്പൊ ലോകത്തിലെ ധർമ്മമൊന്നുമില്ല. കലിയുഗത്തിന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. ധർമ്മം രക്ഷിക്കേണ്ടവർ തന്നെ ധർമ്മത്തെ ഭക്ഷിക്കുന്ന കാലമാണ് കലിയുഗം. അപ്പൊ ലോകത്തിൽ നിന്നും ഒരു രക്ഷ കലിയുഗത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ധർമ്മിഷ്ഠരായ രാജാക്കന്മാരിൽ നിന്നും രക്ഷ കിട്ടിയെന്ന് വരാം. രാമനെ പോലെയുള്ളവരൊക്കെ ഭരിക്കുമ്പോൾ രക്ഷ കിട്ടിയെന്ന് വരാം.
എന്നാൽ ഇവിടെ രാജാക്കന്മാർക്ക് അങ്ങനത്തെ ദിവ്യത്വമില്ല. അവർ നിയമിച്ചിട്ടുള്ള ഭട്ടന്മാർക്കും അങ്ങനത്തെ ശ്രേഷ്ഠതയില്ല. അപ്പൊ അവരൊക്കെ എന്നെ അവഗണിക്കുന്നു, എന്നെ പുച്ഛിക്കുന്നു. ഞാൻ ദുഃഖിതനാണ്. ഇത് ശത്രുക്കളുടെ സൈന്യവും അവർ നടത്തുന്ന ഉപദ്രവങ്ങളും അതല്ലാതെ മറ്റു പല ഉപദ്രവങ്ങളും അതിഘോരമായ ഉപദ്രവങ്ങളും ആകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ട് ഞാൻ ദുഃഖത്തിൽ പീഡിതനാണ്, ശോഷിതനാണ്, ആതുരനാണ്. ഹാ ആ ദുഃഖം അഭിവ്യക്തമാക്കാനുള്ള പ്രയോഗമാണ് ഹാഹാകാരം. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എൻ്റെ അവസ്ഥ, ആ ഉള്ളിലുള്ള തീവ്രത വാക്കിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാണ്. ഹാ കിങ്കര വൈ, ഞാൻ അങ്ങയുടെ കിങ്കരൻ തന്നെയാണ്. അതങ്ങ് മറന്നു. ഞാൻ അങ്ങയുടെ കിങ്കരനാണ്, അങ്ങയുടെ സേവകനാണ്. കിം കരോമി, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് സദാ അടുത്ത് നിൽക്കുന്നവനാണ് കിങ്കരൻ. അപ്പൊ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അങ്ങയിൽ ശരണാഗതനാണ്. വിഭോ, സർവസമർത്ഥനാണ് അങ്ങ്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനും സർവസമർത്ഥനുമാണ്. അങ്ങയ്ക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ശബരവേഷം ത്വാം അഭീഷ്ടാർത്ഥദം വന്ദേഹം. അല്ലയോ വിഭു, ഞാൻ അങ്ങയുടെ കിങ്കരനാണ്, എന്നിട്ടും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ. അതുകൊണ്ട് ഹാഹാകാരം. അത് കഴിഞ്ഞിട്ട് പറയാണ്, ശബരവേഷത്തെ ധരിച്ചിരിക്കുന്ന, കിരാതവേഷത്തെ ധരിച്ചിരിക്കുന്ന ത്വാം, അങ്ങയെ, അഭീഷ്ടാർത്ഥദം, നമ്മൾ ആഗ്രഹിക്കുന്നതെന്തോ അതിനെ നൽകുന്നവനാണങ്ങ്. അങ്ങനെയുള്ള ശബരവേഷത്തെ ധരിച്ചിരിക്കുന്ന അങ്ങയെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. എങ്ങനെയുള്ളവനാണങ്ങ്? പരദൈവതം. പരദൈവതം എന്ന് പറഞ്ഞാൽ കുലദേവത. എൻ്റെ കുലത്തിൻ്റെ ദേവത അങ്ങാകുന്നു. കേരളത്തിൽ, വിശേഷിച്ചും വടക്ക് കേരളത്തിൽ, മലബാർ ഭാഗത്തൊക്കെ ഒരുപാട് പേരുടെ കുലദേവത ഈ വേട്ടയ്ക്കൊരു മകനാണ്. പോരിന് പോയിരുന്നവരും വേട്ടയാടാൻ പോയിരുന്നവരും അങ്ങനെ പലരും ഉപാസിച്ചിരുന്ന അവരുടെ കുലത്തിന്റെ രക്ഷകനായിട്ട് കൊണ്ടാടിയിട്ടുള്ള മഹാചൈതന്യമാണ് വേട്ടയ്ക്കൊരു മകൻ. അപ്പൊ അതുകൊണ്ട് പരദൈവതം എന്നാണ് വിളിക്കുന്നത്. എൻ്റെ കുലത്തിന്റെ ഈശ്വരൻ നീ തന്നെയാണ്. നീ അല്ലാതെ മറ്റാരാണ് എനിക്ക് സംരക്ഷണം നൽകുക? നമ്മൾ പൂർണ്ണമായി ശരണാഗതി നേടിയാൽ, അനന്യഭാവത്തിൽ ശരണാഗതി നേടിയാൽ നമ്മളെയും നമ്മുടെ കുലത്തെയും മുഴുവൻ രക്ഷിക്കുന്നത് ആ ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പരദൈവതം എന്ന് വിളിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ പരദേവത തന്നെയാണ്, എൻ്റെ കുലദേവത തന്നെയാണ് നീ. നീ അല്ലാതെ മറ്റൊരു ദേവത എനിക്കില്ല. കുരു, ചെയ്താലും. കൃപ, അനാഥാർത്ഥ ബന്ധോ മയി. മയി, എന്നിൽ. കൃപ, കുരു, ചെയ്താലും. കൃപയെ ചെയ്താലും. എങ്ങനെയുള്ള ഞാനാണ്, എങ്ങനെയുള്ള നീയാണ് കൃപ ചെയ്യേണ്ടത്? അനാഥാർത്ഥ ബന്ധോ, നാഥനില്ലാതെ ദുഃഖിക്കുന്നവൻ അനാഥാർത്ഥൻ. അങ്ങനെയുള്ളവന്റെ ബന്ധുവായിരിക്കുന്നവനാണ് നീ. മറ്റൊരു നാഥനുമില്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ആരാണ് സംരക്ഷണം കൊടുക്കുക? ഇപ്പൊ മറ്റ് ദേവതകൾ ആരും സംരക്ഷണം കൊടുക്കുന്നില്ല എന്ന അർത്ഥവുമുണ്ട്. ഇവിടെ ഇപ്പൊ ലോകത്തിലുള്ള ആൾക്കാർ, രാജഭട്ടന്മാർ പോലും സംരക്ഷണം കൊടുക്കുന്നില്ല. അപ്പൊ ലോകത്തിലുള്ള രക്ഷയുമില്ല, ദേവതകളുടെ രക്ഷയുമില്ല, അനാഥ ഭാവത്തിലിരുന്ന് ദുഃഖിക്കുകയാണ്. അങ്ങനെയുള്ള എൻ്റെ കുലദേവത നീയാണ്, എൻ്റെ പരദേവത നീയാണ്. ആ നിന്നെ ഞാൻ ഇതാ വന്ദിക്കുന്നു. അപ്പൊ അങ്ങനെ വന്ദിച്ച് നിൽക്കുന്ന എന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കില്ലേ? അതുകൊണ്ട് നീ എന്നിൽ ദയയെ ചെയ്താലും, നീ ദയയുടെ സാഗരമാണെന്ന് എനിക്കറിയാം. അതിൽ നിന്നും ഒരിറ്റ് ദയ എൻ്റെ നേർക്ക് തിരിച്ചാലും എനിക്ക് എല്ലാ രക്ഷയും കിട്ടും. ഞാൻ ഇത്രയും നേരം ഈ 8 ശ്ലോകങ്ങളിലും പ്രാർത്ഥിച്ചതിന്റെ ഫലം എനിക്ക് കിട്ടും, അത് ഉറപ്പാണ്. നിന്റെ ദയ മാത്രം എനിക്കുണ്ടായാൽ മതി. അതുകൊണ്ട് കൃപാ കുരുമയി എന്നിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു 9ാമത്തെ ശ്ലോകത്തിൽ. ക്ലിഷ്ടോ രാജഭട്ടൈസ്തദാപി പരിഭൂതോഹം കുലൈർവൈരിഭിശ്ചാന്യൈർഘോരതരൈർ വിപജ്ജലനിധൗ മഗ്നോസ്മി ദുഃഖാതുരം. ഹാ കിങ്കര വൈ വിഭോ ശബരവേഷം ത്വാമഭീഷ്ടാർത്ഥദം വന്ദേഹം പരദൈവതം കുരു കൃപാനാഥാർത്ഥബന്ധോ മയി. അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ഫലശ്രുതിയാണ്. സ്തോത്രം യഃ പ്രജപേത് പ്രശാന്തകരണൈർ നിത്യം കിരാതാഷ്ടകം സക്ഷിപ്രം വശഗാൻ കരോതി നൃപതീൻ ആബദ്ധവൈരാനപി സംഹൃത്യാത്മവിരോധിനഃ ഖലജനാൻ ദുഷ്ടഗ്രഹാനപ്യസൗ യാത്യന്തെ യമദൂത ഭീതിരഹിതോ ദിവ്യാം ഗതിം ശാശ്വതീം. രാജാക്കന്മാരുടെ ഭടന്മാര് പോലും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ലോകത്തിൽ പോലും ഒരു രക്ഷയും കിട്ടാതെ ഇരിക്കുന്നവനാണ്. എൻ്റെ അവസ്ഥ ഇതാണ്. അങ്ങനെയുള്ള എൻ്റെ നേർക്ക് കൃപ ചെയ്താലുമെന്ന് ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞവന്റെ ഫലം, ഈ സ്തോത്രം മുഴുവൻ ജപിച്ചു, ഇനി പേടിക്കേണ്ട, ആ ഫലം കിട്ടുമെന്ന് ഉറപ്പിക്കുകയാണ് ഇവിടെ 10ാമത്തെ ശ്ലോകത്തിൽ. യഹ, യാതൊരുത്തനാണോ, ഇതം സ്തോത്രം, ഈ സ്തോത്രത്തെ
പ്രജപേ ജപിക്കുന്നത്, നന്നായി ജപിക്കുന്നത്. ശബ്ദം ചേർത്തത് കൊണ്ട് നന്നായി പ്രകർഷേന ജപിക്കുന്നത്. പ്രശാന്തകരണൈർ പ്രശാന്തമായ കരണത്താൽ. കരണശബ്ദം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സൂചിപ്പിച്ചു. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്തഃകരണവും പൂർണ്ണവും പ്രശാന്തമായിട്ടിരിക്കണം. നമുക്ക് നല്ലോണം ദുഃഖം വരുന്ന സമയത്താണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് തിരിയുന്നത്. ഇവിടെ പ്രത്യേകിച്ചും ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഭഗവാന്റെ നേർക്ക് തിരിയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത്, ഭഗവാന്റെ നേർക്ക് തിരിയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കണം. ഇപ്പൊ കവചമൊക്കെ ജപിക്കുന്ന സമയത്ത് ഇത് പറയും. നമ്മൾ ആദ്യം ഇരുന്ന് കുറച്ച് ന്യാസങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനാണ്. അങ്ങനെ ശാന്തമായിട്ട് ജപിച്ചാൽ മാത്രമേ ഫലം കിട്ടൂ. അപ്പൊ ഇത് ജപിക്കുന്നവർ എത്ര ദുഃഖത്തിലാണെങ്കിലും അവർ കുറച്ചു നേരത്തേക്ക് ആ ദുഃഖത്തെ മുഴുവൻ മാറ്റി നല്ല പ്രശാന്തമായ മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടി ഭഗവാന്റെ നേർക്ക് തിരിഞ്ഞിരിക്കണം. അങ്ങനെ സ്തുതിക്കണം. അതുകൊണ്ട് പ്രശാന്തകരണൈർ നിത്യം നിത്യം സ്തുതിക്കണം. ഭഗവാന്റെ ആശ്രയം എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് നേരത്തേക്കല്ല, അത് നിത്യമുള്ള ആശ്രയമാണ്. അപ്പൊ നിത്യം പ്രജപേത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ജപിക്കണം, എല്ലാ സമയത്തും ഭഗവാന്റെ സ്മരണയും ഉണ്ടാവണം. എന്തിനെയാണ് ജപിക്കേണ്ടത്? ഏത് സ്തോത്രത്തെയാണ്? കിരാതാഷ്ടകം. ഇവിടെ കിരാതാഷ്ടകം എന്നെടുത്തു പറയുന്നത് കൊണ്ടാണ് 8 ശ്ലോകങ്ങളാണ് പ്രധാനമായിട്ടും ഗണിക്കേണ്ടത്. സഹ അവൻ, ആരാണോ ഈ കിരാതാഷ്ടകത്തെ പ്രശാന്ത മനസ്സോടുകൂടി നിത്യം ജപിക്കുന്നത്, അവന് ക്ഷിപ്രം പെട്ടെന്ന് തന്നെ നൃപതി ആബദ്ധ വൈരാനപി. നൃപതി എന്നാൽ രാജാക്കന്മാർ. രാജാക്കന്മാര് വശഗാൻ കരോതി ക്ഷിപ്രം. രാജാക്കന്മാര് അവന്റെ വശഗതരായി അവന് അനുകൂലരായിട്ട് ഭവിക്കും. അവൻ എന്ത് പറയുന്നുവോ അതനുസരിക്കുന്നവരായിട്ട് ഭവിക്കും രാജാക്കന്മാർ. ആ രാജാക്കന്മാർ ആബദ്ധ വൈരാനപി, ആബദ്ധ ശത്രുക്കളാണെങ്കിൽ പോലും ആ രാജാക്കന്മാര് അവന് വശകരായിട്ട് ഭവിക്കും. ഈ സ്തോത്രത്തെ ജപിച്ചാൽ, നേരത്തെ പറഞ്ഞു രാജാക്കന്മാരുടെ ഭടന്മാര് പോലും എന്നെ തിരസ്കരിച്ചിരിക്കുകയാണ്, അപമാനിക്കുകയാണ്, ഞാൻ ദുഃഖിതനാണ്. എന്നാൽ ഈ സ്തോത്രം പ്രശാന്ത മനസ്സോടുകൂടി നിത്യം ജപിച്ചാൽ, ഈ കിരാതാഷ്ടകത്തിന്റെ ഫലത്തിലൂടെ ആ കിരാതമൂർത്തിയായ വേട്ടയ്ക്കൊരു മകന്റെ പ്രസാദം നമുക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ രാജാക്കന്മാര് പോലും നമുക്ക് അനുകൂലമായി ഭവിക്കും. രാജഭട്ടന്മാരുടെ കാര്യമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ രാജഭട്ടന്മാരല്ല, രാജാക്കന്മാർ തന്നെ അനുകൂലമാവും. അവര് നമുക്ക് വശകരായി ഭവിക്കും. അവർക്ക് നമ്മളോട് ശത്രുതയുണ്ടെങ്കിൽ പോലും, സാധാരണ രാജാക്കന്മാർ ഒരു പക്ഷെ നമ്മളെ അറിയുന്ന പോലും ഉണ്ടാവില്ല, അവര് നമുക്ക് അനുകൂലമാകും. അതല്ലാതെ നമ്മളോട് ശത്രുത വെച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അവര് പോലും നമുക്ക് അനുകൂലരായിട്ട് ഭവിക്കും. ഇപ്പൊ രാജ്യഭരണമൊക്കെ കഴിഞ്ഞ കാലഘട്ടമാണ് നമ്മൾ ഇരിക്കുന്ന കാലം. അപ്പൊ ഇവിടെ ഈ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത് അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ, സമൂഹത്തിൽ സ്വാധീനമുള്ള ആൾക്കാർ, നല്ല ധനികരായിരിക്കാം, രാഷ്ട്രീയക്കാരായിരിക്കാം, ഉദ്യോഗസ്ഥരായിരിക്കാം, അങ്ങനെയുള്ള എല്ലാവരും നമ്മളോടുള്ള ശത്രുതകൾ മുഴുവൻ മറന്ന്, അവർക്ക് എന്തെങ്കിലും ശത്രുതകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ത്യജിച്ച് നമുക്ക് അനുകൂലരായിട്ട് ഭവിക്കും. ഈ സ്തോത്രത്തിന്റെ മഹത്വം അതാണ്. ഇപ്പൊ ലോകത്തിലുള്ളവരെല്ലാം, അധികാരസ്ഥാനത്തിരിക്കുന്നവരെല്ലാം നമുക്ക് അനുകൂലരായിട്ട് ഭവിച്ചാൽ സ്വാഭാവികമായും ജീവിതം തന്നെ നമുക്ക് സുഖപ്രദമായിരിക്കും. സംഹൃത്യ ആത്മവിരോധിന ഖലജനാൻ ദുഷ്ടഗ്രഹാനപ്യസൗ. രാജാക്കന്മാരും അവര് നമുക്കെതിരെ ശത്രുതയുള്ളവരാണെങ്കിൽ പോലും അവരെ നമ്മുടെ വശകന്മാരാക്കി സംഹൃത്യ സംഹരിക്കും ഈ സ്തോത്രം. ആരെ? ആത്മവിരോധിന, തനിക്കെതിരെ തിരിഞ്ഞിട്ടുള്ള, തനിക്കെതിരെ തന്നോട് വിരോധമുള്ള ആൾക്കാരെ, അവരുടെ വിരോധത്തെ ഇല്ലാതെയാക്കുമെന്നും അവരെ ഇല്ലാതെയാക്കുമെന്നും സംഹൃത്യാത്മവിരോധിന ഖലജനാൻ ദുഷ്ടഗ്രഹാൻ അപ്യസൗ യാത്യന്തേ. ഇവിടെ എന്നോട് വിരോധമുള്ള ആൾക്കാരെ ഈ ശ്ലോകം, ഈ സ്തോത്രം സംഹരിക്കും. ഖലജനാൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടജനങ്ങൾ, ദുഷ്ടജനങ്ങളെ ഇത് സംഹരിക്കും. ദുഷ്ടഗ്രഹാൻ, ദുഷ്ടമായ ഗ്രഹങ്ങളെ അപി അസൗ, ഇത് സംഹരിക്കും എന്ന് ഒരർത്ഥം വന്നു. ഇനി അതല്ലെങ്കിൽ ആത്മവിരോധിന എന്നുള്ളത് ആത്മവിരോധികളുടെ ഖലജനാൻ ദുഷ്ടഗ്രഹാനപ്യസൗ എന്നെടുത്താൽ നമ്മളോട് വിരോധമുള്ള നമ്മുടെ ശത്രുക്കൾ അയക്കുന്ന ഖലജനന്മാർ, അവര് നിയോഗിക്കുന്ന ദുഷ്ടജനങ്ങളും അതുവരെ നിയോഗിക്കുന്ന ദുഷ്ടശക്തികളും, അതാണ് ദുഷ്ടഗ്രഹാൻ. അവരെ മുഴുവൻ സംഹരിച്ചുകൊണ്ട്, അവരെ മുഴുവൻ അടക്കി നിർത്തിക്കൊണ്ട് യാതി പോകുന്നു അന്തേ. അതായത് ഒരു വ്യക്തി
ഈ സ്തോത്രം ഉപാസിക്കുകയാണ്. എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്? പ്രശാന്തകരണൈ, നിത്യം ഉപാസിക്കണം, ശാന്തമായ മനസ്സോടുകൂടി. ഇപ്പൊ നല്ല ഭക്തിയുള്ള ഭാവത്തിൽ ഉപാസിച്ചാൽ അവന് രാജാക്കന്മാര് അവർ ശത്രുതയുള്ളവരാണെങ്കിൽ പോലും അതെല്ലാം മറന്നുകൊണ്ട് അനുകൂലരായിട്ട് ഭവിക്കും. അത് കഴിഞ്ഞ് അവനെതിരെയുള്ള ദുഷ്ടജനങ്ങൾ മുഴുവൻ ഇല്ലാതെയാക്കപ്പെടും, സംഹരിക്കപ്പെടും. ആ ദുഷ്ടജനങ്ങൾ മുഴുവൻ ഇല്ലാതെയാകുമെന്ന് പറയുമ്പോൾ ആ ദുഷ്ടജനങ്ങൾ അയച്ചിട്ടുള്ള മറ്റു ഖലജനങ്ങൾ, മറ്റു ദുഷ്ടന്മാര്, അതുപോലെ ദുഷ്ടഗ്രഹങ്ങള്, നമ്മളോട് ശത്രുതയുള്ള ആൾക്കാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സംഹരിക്കപ്പെടുമെന്ന് സാരം. അങ്ങനെ സംഹരിച്ചു കഴിഞ്ഞാൽ അവസാനം അന്ത്യയാതി, അവസാന കാലത്തിൽ ആ വ്യക്തി പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? യമദൂത ഭീതിരഹിത ദിവ്യാം ഗതിം ശാശ്വതീം. ആ വ്യക്തി യമദൂത ഭീതിരഹിതനായിട്ട് ഭവിക്കുന്നു. ആദ്യം യമദൂത ഭീതി ആർക്കാണുള്ളത്? മർത്യർക്കാണുള്ളത്. യമന്റെ ദൂതൻ വരുന്നത് മരണസമയത്താണ്. നമ്മളെ യമലോകത്തിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ പുണ്യപാപങ്ങളെ നോക്കി അതിനനുസരിച്ച് അടുത്ത ഗതി നൽകാനുമാണ് അവർ വരുന്നത്. എന്നാൽ ഈ സ്തോത്രം ജപിച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ശത്രുക്കൾ മുഴുവൻ ഇല്ലാതെയാകുമെന്ന് മാത്രമല്ല, മരണത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. കാരണം ഇവിടെ തന്നെ നമുക്ക് മുക്തി ഉണ്ടാവും. അപ്പൊ മുക്തി സിദ്ധിച്ചാൽ പിന്നെ മരണമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് ജീവിക്കുക? യമദൂത ഭീതിരഹിതനായിട്ട് ജീവിക്കും. അവന് യമദൂതന്മാരുടെ ഭീതി ഒരല്പം പോലും ഉണ്ടാവില്ല. കാരണം അവന് മരണമില്ല, അവൻ അമരത്വത്തെ നേടിയിരിക്കുന്നു. നമേ മൃത്യു നമേ ശങ്ക എന്ന് നിർവാണ ശക്തത്തിൽ പറയും. നമേ മൃത്യു ശങ്ക എന്നും ന മൃത്യുർന ശങ്ക എന്നും പറയും. അപ്പൊ എനിക്ക് മരണമില്ല, മരണഭയവും എനിക്കില്ല എന്നുള്ള ആ ഭാവം, ആ ജീവൻ മുക്തന്റെ ഭാവം അവന് കിട്ടും. അങ്ങനെ അവൻ ഇവിടെ ജീവിക്കും. അപ്പൊ അവനിവിടെ അധികാര കേന്ദ്രത്തിൽ ഉള്ളവരെല്ലാം അനുകൂലരായി ഭവിക്കും, ശത്രുക്കളെല്ലാം അവന്റെ ഇല്ലാതെയാകും, അവന് മരണഭയവും ഇല്ലാതെയാകും. അങ്ങനെ ഇവിടെ ജീവിച്ച് ദിവ്യാം ഗതിം ശാശ്വതീം യാതി അന്തേ അവസാനത്തിൽ യാതി പോകുന്നു, ശാശ്വതമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഗതിയെ പോകുന്നു. ശാശ്വതവും ദിവ്യവും എന്ന് പറഞ്ഞാൽ ബ്രഹ്മപദം നേടുന്നു. നിന്റെ സ്വരൂപത്തിൽ അവർ ലയിക്കുന്നു. കാരണം നീ പരബ്രഹ്മം തന്നെയാണ്. നമ്മൾ ഏത് മൂർത്തിയെ ഉപാസിക്കുന്നുവോ ആ മൂർത്തിയുടെ സത്ത പരബ്രഹ്മതത്വം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി വേണം ഉപാസിക്കാൻ. അപ്പൊ അതുകൊണ്ട് നിന്നെ ഉപാസിച്ചാൽ ഈ ലോകത്തിൽ നല്ല സുഖവും ഉണ്ടാവും, സദ്ഗതിയും കിട്ടും. അതാണ് ഈ സ്തോത്രത്തിന്റെ ഫലം. ഇതാണ് 10ാമത്തെ ശ്ലോകം. സ്തോത്രം യഹ് പ്രജപേത് പ്രശാന്തകരണൈർ നിത്യം കിരാതാഷ്ടകം സക്ഷിപ്രം വശഗാൻ കരോതി നൃപതീൻ ആബദ്ധവൈരാനപി സംഹൃത്യാത്മവിരോധിനഃ ഖലജനാൻ ദുഷ്ടഗ്രഹാനപ്യസൗ യാത്യന്തേ യമദൂത ഭീതിരഹിതോ ദിവ്യാം ഗതിം ശാശ്വതീം. ഇത് ശ്രീ കിരാതാഷ്ടകം. അങ്ങനെ ശ്രീ കിരാതന്റെ അഷ്ടകം സമ്പൂർണം. ഓം തത്സത് പൂർണ്ണമാകുന്നു. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ശത്രുഭയത്തിൽ നിന്നുമുള്ള മോചനമാണ് കിരാതമൂർത്തിയിൽ നിന്നും നമ്മൾ ഇവിടെ സമ്പാദിക്കുന്നത്. കിരാതമൂർത്തി എന്ന് വിളിക്കുമ്പോൾ കിരാതന്റെ ഭാവത്തിൽ ഇരിക്കുന്ന വേട്ടയ്ക്കൊരു മകനെയാണ്. ആ ഭഗവാനെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. നമ്മുടെ പരദേവതയായി തന്നെ കണ്ടിട്ടാണ് ഉപാസിക്കുന്നത്. നമ്മുടെ കുലദേവതയായി നമുക്ക് ഏകാശ്രയമായി കണ്ടിട്ടാണ് ഉപാസിക്കുന്നത്. മഹാദേവന്റെ ഭാവവും അമ്മയുടെ ഭാവവും നാരായണന്റെ ഭാവവും എല്ലാം ചേർന്നുകൊണ്ട് നിൽക്കുന്ന ദിവ്യമായ ഭാവമാണ് കിരാതമൂർത്തിയുടെ, വേട്ടയ്ക്കൊരു മകന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ മഹിമയെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ രക്ഷ നമുക്ക് സമ്പാദിക്കാൻ ഈ സ്തോത്രം സഹായിക്കുന്നു. ഇത് വെറുതെ ഒരു രസത്തിനു വേണ്ടി എഴുതി വെക്കുന്നതല്ല. നല്ല രീതിയിൽ ഇതിൽ പറഞ്ഞതുപോലെ ഉപാസിച്ചാൽ തീർച്ചയായും ഇതിൽ നിന്നുമുള്ള ഫലം നമുക്ക് കിട്ടും. ഇപ്പൊ ദുഷ്ടശക്തികളെ എല്ലാം കൂട്ടുപിടിച്ച് നമുക്ക് നേരെ ആരെങ്കിലും തിരിഞ്ഞാൽ, അതിപ്പോ എന്ത് കാരണം കൊണ്ടാണെങ്കിലും, അങ്ങനെ തിരിഞ്ഞിട്ടുള്ളവരെ ഒന്നും നമ്മൾ ഒരു പക്ഷേ അറിഞ്ഞെന്ന് വരില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ പലർക്കും നമ്മളോട് പല ശത്രുതയും പല കാരണങ്ങളാൽ തോന്നാം. നമ്മുടെ ദോഷം കൊണ്ടല്ല പലപ്പോഴും ശത്രുത മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ദോഷം കൊണ്ടാണെങ്കിൽ ആ ദോഷത്തെ ഭഗവാൻ പരിഹരിക്കും. ഇപ്പൊ നമ്മുടെ പ്രവൃത്തിയിലോ കാഴ്ചപ്പാടിലോ ഉള്ള ദോഷം കൊണ്ടാണെങ്കിൽ അത് ഭഗവാൻ പരിഹരിക്കും. അത് പറയാതെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പരിഹരിക്കും. അപ്പൊ ശത്രുത ഇല്ലാതെയായി. അതല്ലാതെ നമ്മുടെ ദോഷം കൊണ്ടല്ലാതെ മറ്റുള്ളവർക്ക് നമ്മളോട് ശത്രുതയുണ്ടെങ്കിൽ, അത് അവരുടെ ദോഷം കൊണ്ടാണെങ്കിൽ ആ ദോഷത്തെയും ഇല്ലാതെയാക്കും. അവർ വധിക്കപ്പെടേണ്ടവരാണെങ്കിൽ അവർ വധിക്കപ്പെടും. അവരയക്കുന്ന ദുഷ്ടശക്തികൾ അതെന്ത് തന്നെയാണെങ്കിലും, എത്ര പ്രബലമായിട്ടുള്ളതാണെങ്കിലും അത് ഭഗവാൻ വേട്ടയ്ക്കൊരു മകൻ തടയും, നമുക്ക് സംരക്ഷണം നൽകും. അതുറപ്പാണ്. ഉപാസനയുടെ ബലമാണത്. ഭഗവാന്റെ ഭാവം ബലത്തിന്റെ ഭാവമാണ്. യുദ്ധത്തിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാവമാണ്.
പാശുപതാസ്ത്രം നൽകിയ ശിവന്റെ ഭാവത്തിൽ നിന്നും ജനിച്ച കുട്ടിയാണ്. അപ്പൊ പാശുപതാസ്ത്രം ആ യുദ്ധത്തിൽ എല്ലാ അസ്ത്രങ്ങൾക്കും മീതെയുള്ള അസ്ത്രമാണ്. അപ്പൊ ആ ഭാവത്തിലുള്ള വൈഭവം ഈ കുട്ടിയിലുണ്ട്. അപ്പോൾ ഈ കിരാതമൂർത്തിയായിട്ടുള്ള വേട്ടയ്ക്കൊരു മകനെ വീണ്ടും വീണ്ടും പ്രണമിക്കുക, അദ്ദേഹത്തെ ശരണം നേടുക, ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അദ്ദേഹത്തെ ഈ സ്തോത്രത്തിലൂടെ സ്തുതിക്കുക. ഉറപ്പായും നമുക്ക് രക്ഷ ലഭിക്കും. ഇപ്പൊ സാധാരണഗതിയിൽ ജപിച്ചാലും നമുക്ക് ആവശ്യമുള്ള രക്ഷ ലഭിക്കും. അതല്ല, എന്തെങ്കിലും ശത്രു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ ചില ഉപദ്രവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ സമയത്ത് ശ്രദ്ധയോടുകൂടി ഇത് ജപിക്കുക. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കി നല്ല ശുദ്ധിയോടുകൂടി മനസ്സൊക്കെ ശാന്തമാക്കി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജപിക്കുക. ഇനി അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിലും ഭഗവാന് നമസ്കാരം എന്ന ഭാവത്തിൽ ജപിക്കുക. അങ്ങനെ ജപിച്ചാൽ ആ ഭഗവാന്റെ പ്രസാദം നമുക്ക് ലഭിക്കും. അതിലൂടെ ശത്രുനാശവും ഉണ്ടാവും. അകത്തുള്ള ശത്രുക്കളും പുറത്തുള്ള ശത്രുക്കളും നമ്മെ പിന്നെ ഉപദ്രവിക്കുകയില്ല, അതുറപ്പാണ്. അപ്പോൾ ഇത്രയും മഹിമാവോടൊത്തിട്ടുള്ള ഈ അഷ്ടകം, കിരാതാഷ്ടകം, ആ ഭഗവാൻ വേട്ടയ്ക്കൊരു മകൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിൻ്റെ ഈ എളിയ വ്യാഖ്യാനം. ആ കിരാതമൂർത്തിയായ വേട്ടയ്ക്കൊരു മകൻ എല്ലാവരെയും രക്ഷിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.